ഒരു സ്റ്റേജിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ മൂന്നല്ല മനുഷ്യരോട് സംസാരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പേടിയാവും. അപ്പം നമ്മൾ എവിടെയും ഇല്ലാത്തൊരു ലോസ്റ്റ് ജനറേഷനായി 2000 ചെന്നാൽ ഞങ്ങൾ അമ്മാവൻ വസന്തമായി കൂട്ടില്ല എന്നുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. SEO is an organization where India is a member. അതുവരെ ഞാൻ തെറ്റിച്ചു. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐലേൺ IAS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2025 UPSC സിവിൽ സർവീസ് എക്സാമിലെ 271ാമത്തെ റാങ്ക് ജേതാവായ സിദ്ധാർത്ഥ് ജോയാണ്. സിദ്ധാർത്ഥിൻ്റെ പ്രിപ്പറേഷൻ ജേണി, സിദ്ധാർത്ഥിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ഭാവി പരിപാടികൾ, ഇതെല്ലാം നമുക്ക് സിദ്ധാർത്ഥിനോട് നേരിട്ട് ചോദിച്ചറിയാം. വെൽക്കം സിദ്ധാർത്ഥ്. ഹായ് സർ, താങ്ക് യു. സോ സിദ്ധാർത്ഥ്, ഇപ്പം റാങ്ക് കിട്ടി. അപ്പം ഇത് UPSC റാങ്ക് ആണ്. ഇതിന് കുറച്ച് നാൾ മുമ്പ് KSന്റെ സെക്കൻഡ് റാങ്ക് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് മൊത്തത്തിൽ സിദ്ധാർത്ഥിൻ്റെ വർഷമാണ് 2025. ഹൗ ഡു യു ഫീൽ അതിനെപ്പറ്റി? വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആണ് സാർ. കാരണം നമ്മൾ എപ്പോഴാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ആ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ പറഞ്ഞ എല്ലാം. ഇനി നമ്മൾ ചെയ്യുന്ന വളരെ ഒഫീഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് സാർ. ഞാനിപ്പോൾ നമ്മൾ വന്ന വഴി ഇങ്ങനെ സംസാരിക്കാം, സിദ്ധാർത്ഥിൻ്റെ ജനിച്ച വർഷമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ, യു ആർ പ്രാക്ടിക്കലി എ ജെൻസി അല്ലേ? നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ യു കം അണ്ടർ ദ ജെൻസി കാറ്റഗറി. അപ്പം ജെൻസികളെ പറ്റി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഐ മീൻ ദർ ആർ സോ മെനി ഇൻഫേമി സറൗണ്ടിങ് ജെൻസി. എല്ലാം സത്യമാണെന്ന് എനിക്കറിയില്ല. ബട്ട് സിദ്ധാർത്ഥ ആ ഏജ് ഗ്രൂപ്പിൽ, ഏജ് ബ്രാക്കറ്റിൽ നിൽക്കുന്ന ആളാണ്. ആൻഡ് ഹിയർ യു ആർ സിറ്റിംഗ് ആസ് എ 271 റാങ്ക് ഹോൾഡർ ഇൻ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ്. അപ്പം ഈ ജെൻസി എന്ന് പറയുന്നത്, ഐ മീൻ എന്താണ്, ഇവർ മറ്റേ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, അല്ല കോൺഷ്യൻസ് അല്ലാത്ത, ഒരു കാര്യം ഏറ്റാൽ ഇടയ്ക്ക് വെച്ച് ടെൻഷൻ കാരണം ഇട്ടേച്ച് പോകുന്ന, അങ്ങനെ ഒരു പ്രെജുഡൈസ്ഡ് ക്യാരക്ടറൈസേഷനോടുള്ള സിദ്ധാർത്ഥിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? സാറ് പറഞ്ഞ പോലെയാണ്, അതൊരു പ്രജുഡൈസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയി തുടങ്ങി. കാരണം ഡിജിറ്റൽ മീഡിയ വന്നു, പിന്നെ ഭയങ്കര ഗ്ലോബലൈസ്ഡ് ആയി വേൾഡ്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ പറയുന്ന പോലത്തെ ആ ഒരു, പിന്നെ കുറച്ചുകൂടെ ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡിലേക്ക് ലോകം മൊത്തത്തിൽ തന്നെ മാറി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ പ്രിപ്പറേഷനിൽ തന്നെ നോക്കിയാലും ഒരുപാട് ആൾക്കാരുണ്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ട്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരുപാട്, ഇപ്പോൾ മുന്നേ തന്നെ സർവീസിൽ കയറിയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഇത് ഏജ് ബ്രാക്കറ്റിൽ വരുന്ന ആൾക്കാർ വളരെ എന്നെക്കാൾ റെസ്പോൺസിബിൾ ആയി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആകുന്നു. ഇപ്പോൾ ശ്രീജ നമുക്കറിയാവുന്ന പോലെ 57 റാങ്ക് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ, എനിക്കൊന്ന് ശ്രീജ എന്നെക്കാളും ഏജ് കുറവായിരിക്കും, കുറച്ചുകൂടെ കറക്റ്റ് ഈ പറയുന്ന പോസ്റ്റ് 2000 രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഒരു ജനറലൈസേഷന് നമുക്ക് സ്ഥാനമില്ല. പക്ഷെ കുറെ കൂടെ പല കാര്യങ്ങളിലും മുന്നത്തെ ജനറേഷനുകളെക്കാൾ ലിബറൽ ആയിട്ടുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. ചില കാര്യങ്ങളിൽ മറ്റേ ഉള്ള ചില ഗുഡ് വാല്യൂസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു സാർ. അപ്പം ഒരു ജെൻസിയെ പറ്റിയുള്ള പ്രജുഡിസ് മാറ്റി നിർത്തിയാൽ സിദ്ധാർത്ഥ്, ഇപ്പോൾ ആ ഒരു ഇപ്പം ഒരു ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ജനറേഷനെ പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ആ കമൻറ്റിൽ പ്രജുഡിസ് നാച്ചുറലി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിദ്ധാർത്ഥിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പം ജനറലി വെൻ യു ആർ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി, ഡു യു ഫീൽ ഓക്കെ അവരെ പോലെ അല്ലല്ലോ നമ്മൾ, അങ്ങനെ ഒരു തോന്നലുണ്ടാവാറുണ്ടോ? എന്ന് വെച്ചാൽ ഒരു ലീവ്ഡ് ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട് ചിലയിടങ്ങളിൽ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിങ് രീതി നോക്കിയാൽ പോലും ഇപ്പം ഭയങ്കര വിസിബിൾ. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും പറയും, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളൊന്ന് മാനവീയത്തേക്കോ അല്ലെങ്കിൽ വെള്ളയമ്പലത്ത് ശാസ്ത്രമംഗലം റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്ന കുട്ടികളുടെ കോസ്റ്റ്യൂം സെൻസും നമ്മളത് കാണുമ്പോൾ നമ്മളൊരു അമ്മാവനായി എന്ന് നമ്മൾ തിരിച്ചറിയും. അതൊന്ന്. പക്ഷെ എന്നിരുന്ന പോലെ എന്നാൽ നമ്മൾ ഈ 90s കുറച്ചുകൂടെ മുതിർന്ന, നമ്മളൊക്കെ കണ്ടു വളർന്ന ഒരു ജനറേഷൻ പോയി കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടെ ഇതായി. അപ്പം നമ്മൾ എവിടെയും ഇല്ലാത്തൊരു ലോസ്റ്റ് ജനറേഷനായി. ഞങ്ങളൊരു 97 to 2000 വരുന്ന നമ്മൾ മറ്റൊരു തരത്തിലൊരു രണ്ടിടത്തും കൂട്ടില്ല. ഇപ്പൊ 90s എന്നാൽ നമ്മൾ ലേറ്റ് 90s ആണ് കൂട്ടില്ല, 2000 ചെന്നാൽ ഞങ്ങൾ അമ്മാവൻ വസന്തമായി കൂട്ടില്ല എന്നുള്ള ആണല്ലോ. നിങ്ങളും അമ്മാവനായി കുറെയൊക്കെ മനസ്സിലായി. ഞാൻ സിദ്ധാർത്ഥിൻ്റെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ ഈയിടെ ഇപ്പോൾ റാങ്ക് കിട്ടി കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ വരുമല്ലോ ഫീൽഡിൽ ഇങ്ങനെ കയറി. അപ്പം ഞാനിങ്ങനെ കാണുമ്പോഴത്തേക്ക് ദർ ഹാവ് ബീൻ സോ മെനി ഇൻസ്റ്റൻസസ് വേറെ ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോകുന്നു, അങ്ങനെ പ്രസംഗം, എനിക്ക് തോന്നുന്നു എന്ത് സ്പീക്കിംഗ് കോണ്ടക്സ്റ്റ്, സ്പീക്ക് ഫോർ ഇന്ത്യ. അപ്പോൾ അതിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പം യു കം അക്രോസ് ആസ് എ വെരി ഡാഷിങ് കോൺഫിഡൻറ്റ് പേഴ്സൺ. വെരി ഓൾവേസ് ലൈക്ക് ദിസ്. കാര്യം ഇതൊരു ഇൻറ്റിമിഡേറ്റിംഗ് സാധനമാണല്ലോ. കാര്യം ഓക്കെ, ഇപ്പം സിദ്ധാർത്ഥിൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന ഒരാൾ സിദ്ധാർത്ഥിന് 270, അവൻ കിടില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലേ, അവൻ വേറെ ലെവല്, അങ്ങനെ ഒരു ഇൻറ്റിമിഡേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഞാൻ ചോദിക്കണം, വെരി ഓൾവേസ് ലൈക്ക് ദിസ്, അതോ ഇതിലൊരു എവല്യൂഷൻ്റെ ഒരു ജേർണി ഉണ്ടോ?
ഉണ്ട് സാർ, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ മുന്നേ ഇപ്പം ഒരു എന്നെ ആൾക്കാർ കണ്ടു തുടങ്ങുന്നത് ഒരു പക്ഷേ കണ്ടു തുടങ്ങുന്ന പോയിന്റിൽ അല്ലെങ്കിൽ കാണുന്ന പോയിന്റിലൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് മുന്നേ ഒരു പോയിന്റ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, സ്കൂളിൽ ഞാൻ 6th സ്റ്റാൻഡേർഡ് വരെ ഇടവ ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. നാട്ടിൽ അടുത്ത്, ഞാൻ പരൂരാണ് എൻ്റെ സ്വദേശം. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷന് പോകാൻ ട്രിവാൻഡ്രത്ത് വരണം. അപ്പോൾ ടീച്ചറിനോട് ചെന്ന് പറയണം ഞാൻ മത്സരിക്കണം എന്നുള്ളത്. അത് പറയാൻ എനിക്ക് മടിയാണ്, എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അച്ഛൻ എനിക്ക് ലെറ്റർ എഴുതി തന്നു, അതുകൊണ്ട് കൊടുത്താൽ മതി ടീച്ചറിന്. അതുകൊണ്ട് കൊടുക്കാനും നാണമായിട്ട് ഞാനത് ചെയ്തില്ല. അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട്. ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് ഞാൻ ചിന്മയ വിദ്യാലയ, വഴുതക്കാട് ചിന്മയ വിദ്യാലയമായിരുന്നു എൻ്റെ സ്കൂളിങ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ അസംബ്ലിയിൽ നമുക്ക് പ്ലെഡ്ജ് തരും. ഞാൻ പ്ലെഡ്ജ് തെറ്റിച്ചു. അപ്പോൾ അങ്ങനെ തെറ്റിച്ചിട്ടുണ്ട്, എനിക്കത് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ കുറേ വേദികളിൽ ഇതേപോലെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ദിസ് ഇസ് സംതിങ് ദാറ്റ് വി നീഡ്. ഈ സ്കില്ല് നമുക്ക് വേണം. കാരണം ഇതുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും, ഇപ്പം ഞാൻ ക്വിസ് കോമ്പറ്റീഷന് പോയാലും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ അവർ പറയും ടെൽ സംതിങ് അബൌട്ട് യുവർ സെൽഫ്. അപ്പം നമ്മൾ പറയണം. അപ്പം അതൊരു ഗ്രാജുവലി വേണ്ട ഒരു സ്കില്ലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഫോർ കോമ്പറ്റീഷൻസ്. കാരണം ഇത് ചെയ്യാതെ ഇത് പിടികിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അതാണ് തുടക്കം. ഒരു 10th ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ഞാൻ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത ഒരു പ്രോപ്പറായിട്ടൊരു എലക്യൂഷൻ അല്ലെങ്കിൽ ഡിബേറ്റ് എന്നൊരു ഇതിലേക്ക് വരുന്ന 10th വരെയാണ്. 9th വരെ ഞാൻ സംസാരിക്കാനേ എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പലപ്പോഴും അണ്ടർ കോൺഫിഡന്റ് ആയിട്ട് നിന്ന് പോകും. 10th കഴിഞ്ഞൊരു 11th ഒക്കെ ആയപ്പോൾ ഞാനിവിടെ നിർഭയ ഡിബേറ്റിംഗ് സൊസൈറ്റി എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായി അവരുടെ ഒരു ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ സമീപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്ന്, നമുക്ക് ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടും. എല്ലായിടത്തും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെടും. സാറി പറഞ്ഞ പോലെ കുറേ ബന്ധങ്ങൾ നമുക്കുണ്ടാവും, കുറേ ആൾക്കാർ നമ്മളോടൊന്ന് സംസാരിക്കും. 2, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമുക്ക് കുറച്ചൊരു ഇൻകം, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ അത്യാവശ്യം ഇൻകം നമുക്ക് കിട്ടും. അപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് എ വിൻ വിൻ സിറ്റുവേഷൻ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിൽ എഫേർട്ട് ഇടാൻ തുടങ്ങി. നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അത് ഈ പോയിന്റ് വരെ, നമ്മുടെ ഇന്റർവ്യൂ വരെയുള്ള പോയിന്റിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്കില്ലാണ് ഈ പബ്ലിക് സ്പീക്കിംഗ്, എലക്യൂഷൻ, ഡിബേറ്റ് ഒക്കെ. അല്ല, ഇത് കേൾക്കുമ്പോഴത്തേക്ക് ദർ ഇസ് സോ മച്ച് ഓഫ് ഒരു പ്ലാൻഡ് ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ഹൈൻസൈറ്റ് സിദ്ധാർത്ഥ് കൂട്ടി യോജിപ്പിക്കുന്നതായിരിക്കും. അന്ന് ഇത്ര ഒന്നും പ്ലാൻ ചെയ്ത് കാണത്തില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഒന്നിനെ കുറിച്ച് ഒരു ലക്ഷ്യമില്ല. അതായത് പറഞ്ഞ ഇമ്മീഡിയറ്റ്ലി അടുത്ത ഒരു മത്സരം വരുന്നു എന്നാ പോയി കളയാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ലോങ് ടേമിൽ ഇത് നമ്മൾക്ക് ഗുണം ചെയ്യുമെന്നോ നമുക്ക് ഇത് ഉണ്ടാവുമെന്നോ ഇല്ല. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ആയത്. കണക്ടിങ് ദ ഡോട്ട്സ് എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു UPSCയുടെ ഒരു സാധനം ഇതുപോലാണല്ലോ. കാര്യം UPSC എന്താ പറയുന്നത്, എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ ഇറങ്ങും. അല്ലെ, ഇറങ്ങുമ്പോൾ തന്നെ പേടി, അൺസർട്ടനിറ്റി നല്ല രീതിയിൽ ഏതൊരു ഇൻഡിവിജ്വൽ, എത്ര സ്റ്റെല്ലാർ അച്ചീവ്മെൻ്റ് ഉള്ള ഒരു ഇൻഡിവിജ്വലിനും പേടി ഉണ്ടാക്കുന്ന ഒരു പരീക്ഷയാണ് UPSC. പക്ഷെ എന്നാലും നമ്മൾ ഇറങ്ങിത്തിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടിയെടുക്കുക എന്നുള്ള. ബട്ട് വൺസ് യു കം ഇൻ ടു ഇറ്റ്, എക്സാം അതിൻ്റെ മറ്റേ തനി റിയാലിറ്റി കാണിക്കുമ്പോൾ ദർ ആർ മജോറിറ്റി ഓഫ് ദം, മജോറിറ്റി അല്ല, മോർ ദാൻ 90% ഓഫ് ദം വുഡ് സ്റ്റംബിൾ ഓൺ ദിസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം സിദ്ധാർത്ഥ് കാണിച്ച ഒരു എവല്യൂഷൻ ഉള്ളു. പണ്ട് സംസാരിക്കത്തില്ലായിരുന്നു, അല്ലെ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പം മീമിലൊക്കെ പറയും നമ്മൾ ഇൻവെർട്ടർ ആയിരുന്നു പറയുന്ന ഒരിടത്തുനിന്ന് യു ഹാവ് ഇവോൾവ് ഇൻ ടു എ കോൺഫിഡൻസ് സ്പീക്കർ. അപ്പോൾ എന്ന് പറയുന്ന ഒരു സാധനമാണോ UPSCയിലും ആ ഒരു സെയിം മൈൻഡ് സെറ്റ് ആണോ സിദ്ധാർത്ഥ് കാണിച്ചത്, അതോ വാസ് ഇറ്റ് ഈവൻ മോർ പെയിൻഫുൾ ഒരു ജേർണി ആയിരുന്നു? ഈ ജേർണിയിൽ എവല്യൂഷൻ ഉണ്ട് സാർ. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഒരു സ്റ്റേജിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ 3-4 മനുഷ്യരോട് സംസാരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പേടിയോ. ഇപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെ അതിൽ മാറ്റം വന്നത്. UPSCയിലും സംവാട്ട് സിമിലർ ആണ്. കാരണം ആദ്യം UPSCയിൽ ഇറങ്ങുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനങ്ങനെ PG പഠിക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ കോച്ചിങ് ഒന്നും എടുക്കാതെ, ലൈക്ക് എനിക്ക് അതിനോട് അത്ര ഒരു എന്താ പറയണ്ടേ, കിട്ടണം എന്ന് വിചാരിച്ചെഴുതുന്ന പരീക്ഷ അല്ല ആ പോയിന്റ്. കാരണം ആ പോയിന്റിൽ ഞാൻ എഴുതിയിട്ടുള്ള 2 തവണ ഗൂഗിൾ SIAS, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഗൂഗിളാണ് സ്ക്രൈബ് ആയിട്ട് ഞാൻ പ്രിലിംസ് അറ്റൻഡ് ചെയ്തത്. എന്റെ സീനിയർ ആണ്, എന്റെ ഒരു മെന്റർ പോലെ തന്നെയാണ് ഗൂഗിളായിട്ട്. ഗൂഗിളിന് സ്ക്രൈബ് ആയിട്ട് എക്സാം എഴുതിയ ഒരു പരിചയം വെച്ച് മാത്രം ഞാൻ അന്ന് PG തീരുന്ന ഒരു സമയത്ത് ഒരു അറ്റംപ്റ്റ് കൊടുത്തു. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ഈ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇതിൽ ബെറ്റർ ആവാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഓക്കെ, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ UPSC സീരിയസ് ആയിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അറ്റംപ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ അറ്റംപ്റ്റിൽ ഈ പറയുന്ന പോലെ ഒരു 2 ക്വസ്റ്റ്യൻസ്, ഒരു 4 point something മാർക്കിൽ എൻ്റെ പ്രിലിംസ് മിസ്സായി. അപ്പോൾ അത് നമുക്കൊരു ഇതാണല്ലോ, നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ക്ലിയർ ആയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റംപ്റ്റും കൂടെ കൊടുത്തു, അതിലും ഈ പറയുന്ന പോലെ 6 point മാർക്ക് വീണ്ടും കൂടി. അങ്ങനെയാണ് ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ റീവർക്ക് ചെയ്തു. കാരണം ആദ്യത്തെ അറ്റംപ്റ്റിൽ എൻ്റെ ജോഗ്രഫി ഭയങ്കര വീക്കായിരുന്നു. ഇന്റർനാഷണൽ റിലേഷൻസ് അധികം നോക്കിയിട്ടില്ല. കാരണം SEO കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് SEO ഇസ് ആൻ ഓർഗനൈസേഷൻ വേർ ഇന്ത്യ ഇസ് എ മെമ്പർ. അതുവരെ ഞാൻ തെറ്റിച്ചു. അപ്പോൾ അത്രയും ഇതാണ് എൻ്റെ ഒരു ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണത്. അപ്പോൾ
അതെല്ലാം തിരുത്തി ഇനി ഒരു അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ ആവണം എന്നൊരു ഇന്ത വാട്ടി മിസ്സാവാതെ എന്നൊരു മൈൻഡ് സെറ്റിലാണ് നിന്നത്. അപ്പോൾ അത് 2 വർഷം നീണ്ട പ്രോസസ് വർക്ക് ഉണ്ടായിരുന്നു, PhD ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ്. ഇതാണ് എൻ്റെ ഒരു എവല്യൂഷൻ. കാരണം കുറേ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഡെഫിനറ്റ്ലി നമ്മൾ ഇത്ര അറ്റംപ്റ്റ് ആകുമ്പോൾ നമ്മുടെ നോളജ് ലെവൽ കൂടും, ഇത്ര റിവിഷൻ നമുക്കാവും. ആ റിവിഷൻ പ്ലസ് നമ്മളെ ഒരു എവല്യൂഷൻ, കാര്യങ്ങളെ പഴയ പോലെ എല്ലാ സബ്ജക്റ്റും പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയില്ല, കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് എല്ലാത്തിനും ഒരു റെസ്പോൺസിബിൾ ആയിട്ടൊരു പഠിത്തം വന്നത് ഇത്തവണയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഞാനിതിങ്ങനെ സിദ്ധാർത്ഥ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു തോട്ടാണ്, അത് ഇവിടെ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് റെലവൻറ്റ് ഫോർ ഇൻ എ ലാർജർ സെൻസ്. ഇപ്പം കാരൽ ഡ്വെക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഫോർഡ് സൈക്കോളജിസ്റ്റ് ആണെന്നാണ് എൻ്റെ വിചാരം, ഓർമ്മ. അവരുടെ ഒരു ബുക്കുണ്ട്, മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ച ഒരു സാധനമാണ്, ദർ ആർ 2 kinds ഓഫ് മൈൻഡ് സെറ്റ് ഇൻ പീപ്പിൾ. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്, പിന്നെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വിചാരം അവരുടെ മുമ്പിലുള്ള റിയാലിറ്റി എല്ലാം ഫിക്സ്ഡ് ആണ്, അവരുടെ ഇൻ്റലിജൻസ് ഫിക്സ്ഡ് ആണ്, കഴിവുകൾ ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ മാത്സ് അറിയത്തില്ല എന്ന് പണ്ട് തൊട്ട്, ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക ഐ ഹാവ് എ ഫിക്സഡ് മൈൻഡ് സെറ്റ് ടു തിങ്സ്. ഞാൻ സ്പോർട്സിൽ അത്യാവശ്യം നല്ലതാണ്, ഐ ഓൾവേസ് എക്സെൽഡ് ഇൻ ഇറ്റ്. പക്ഷേ എനിക്ക് ഇച്ചിരിയെങ്കിലും ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യാറേ ഇല്ല. അതാണ് ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൻ്റെ ഇടയിൽ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെന്ത് സാധനത്തിന് നമ്മൾ എഫേർട്ട് ഇട്ടാൽ ഇത് വർക്കാവാം, അല്ല നമ്മൾ ഇത് നമ്മുടെ ഒരു കഴിവില്ലായ്മയോ അല്ല നമ്മുടെ ഒരു എബിലിറ്റിയുടെ അപ്പുറം നിൽക്കുന്നതല്ല. യു ജസ്റ്റ് നീഡ് ടു പുട്ട് എഫേർട്ട് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു UPSC ഒരു കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഐ തിങ്ക് യു ഹാവ് ദാറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അല്ല അത് തുടക്കം തൊട്ടേ ഉള്ളായിരുന്നതാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതോ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് മാറിയതാണോ, എന്ന് വെച്ചാൽ ഫിക്സഡ് ഗ്രോത്തിലോട്ട് വന്നതാണോ? അത് ചില കാര്യം ഡിപ്പെൻസ് അല്ലേ സാർ. ചില ഇടങ്ങളിൽ നമുക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര, ഇപ്പൊ ഡ്രൈവിംഗ് അങ്ങനെ ഒരു സാധനമാണ്. കാരണം ഞാൻ വണ്ടി എടുക്കുമ്പോഴെല്ലാം വണ്ടി ഇടിച്ചിട്ടുണ്ട്, അപ്പൊ അത് പിന്നെ ചെയ്യാൻ പേടിയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയല്ല. പിന്നെ അതിനകത്ത് ഈ പറയുന്ന പോലെയാണ്, ഇത് നമുക്കൊരു നെസസിറ്റി ആണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും എക്സാം എഴുതി 3 തവണ എഴുതിയിട്ടും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഒരു ഐഡന്റിറ്റി ക്രൈസിസും കൂടെ ഉണ്ട്. കാരണം നമുക്കറിയാം ഒരു തവണയെങ്കിലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലേ നമ്മളൊരു ആസ്പിരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ തന്നെ നമ്മളൊരു ലെവൽ കിടക്കുന്നത്. അപ്പോൾ ഒരു 15,000 വരുമ്പോഴാണ് നമ്മൾ ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു ആസ്പിരന്റ് ആയിരുന്നു എന്ന് പിന്നീട് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കാണാം. അപ്പൊ അതൊരു നീഡായിരുന്നു ഈ മൈൻഡ് സെറ്റിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ എപ്പോഴും ഞാൻ അങ്ങനെയാണ്. അപ്പം വീട്ടിലാണെങ്കിൽ അവർ ഭയങ്കര എൻകറേജിങ് ആണ്, ഫാമിലി, അച്ഛനും അമ്മയും. അമ്മ എപ്പോഴും പറയും സ്റ്റേജിൽ കയറ്റണം എന്നുള്ള അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നീട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങാതെ ആയി അമ്മ പറയും എപ്പോഴും. അപ്പോൾ അവരങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളെ കൂടെ കൊണ്ടുവന്നു. അതൊരു ശരിക്കും ഒരു നമ്മളെ വളർത്തുന്ന ഒരു എൻവയോൺമെന്റ്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗവൺമെന്റ് സർവീസ് ആണ്, അവര് ഒരുപാട് ലോകം കണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ അങ്ങനെ കൊണ്ടുവരണം എന്ന്, മോൾഡ് ചെയ്തെടുക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സിബ്ലിങ്സ് ആണെങ്കിൽ അമ്മയുടെ സിബ്ലിങ്സ് ആണെങ്കിൽ അതിനെല്ലാം സപ്പോർട്ടും തരുന്ന ഒരു ഫാമിലി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോകാൻ, അതായത് വൺസ് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് തളർത്തി കളയുന്ന ആൾക്കാരല്ല, ട്രൈ ചെയ്തേ കിട്ടും എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ്, എല്ലാവരും. അങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് കൂടെയാണ് ആ മൈൻഡ് സെറ്റ് അങ്ങനെ ഇൻഫ്ലുവൻസ് ആയെന്ന് തോന്നുന്നു സാർ. മനസ്സിലായി. മേക്ക് സോ മച്ച് സെൻസ്. കാര്യം അപ്പോൾ സിദ്ധാർത്ഥ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ അഗെയിൻ നമ്മൾ ഒരു വ്യക്തിപരമായി ഫിക്സഡ് ആണെങ്കിലും ഗ്രോത്ത് ആണെങ്കിലും ചുറ്റുമുള്ളവർ നമുക്കൊരു സപ്പോർട്ടീവ് ആണെങ്കിൽ മേ ബി വി ക്യാൻ ആസ്പയർ ടു, നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും മറികടക്കാനൊക്കെ ഒരു നമുക്ക് സ്വയം ഒന്ന് വിചാരിക്കില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജസീല എന്ന് പറഞ്ഞ ഈ വർഷം സർവീസ് കിട്ടിയ ഷെസിൻ്റെ കേസ്, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഐ മീൻ ദ ഓഡ്സ് ദേ ഫേസ് ടു ക്ലിയർ ദിസ് എക്സാം. ഇപ്പം നമ്മളൊക്കെ ഇപ്പം സിദ്ധാർത്ഥ് പാസ്സായി, അപ്പം ഞാൻ ഈ എക്സാമിനകത്തോട്ട് പോയ ആളാണ്. അപ്പം നമ്മളൊക്കെ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് അല്ല, അതിൽ വലിയ ചലഞ്ചാണ്, അല്ലെ അവരുടെ ചലഞ്ച് അതിൽ എത്രയോ ഇരട്ടിയാണ്. ആൻഡ് സ്റ്റിൽ ദേ ഗോയിങ് ത്രൂ. ഐ മീൻ ഇറ്റ്സ് ഹെവിലി ഇൻസ്പയറിംഗ് ടു ഓൾ ഓഫ് അസ് ഈവൻ. അപ്പം അടുത്തൊരു ജനറേഷന് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻസ്പിറേഷൻ ആണ് സാർ. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ മെറിറ്റിനെ പലപ്പോഴും ഒരു മോണോലിത്തിക് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ, റിസർവേഷൻ വച്ചിട്ടുള്ളത് തന്നെ അതൊരു പോസിറ്റീവ് സെൻസിലാണ്. കാരണം പല സോഷ്യൽ എൻവയോൺമെന്റിൽ നിന്ന് വരുന്നവരുണ്ട്. പല ഈ പറയുന്ന പോലെ നമ്മള് അജയുടെ കാര്യം, ഇപ്പൊ അജയുണ്ട്, ഷെസിനുണ്ട്. അപ്പൊ ഇവരെല്ലാരും നേരിടുന്ന ചാലഞ്ച്, ശ്രീജ ആണെങ്കിലും ഇവരല്ല, കാവ്യജി എന്റെ പിയർ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പൊ നമ്മള് അപ്പൊ എഫേർട്ട് വച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഇടുന്ന എഫേർട്ട് അല്ല മറ്റൊരാൾ ഇടുന്ന എഫേർട്ട്. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ എൻ്റെ ഫാമിലി എക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവരെന്നെ എക്കണോമിക്കലി ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് റിസ്ക് എടുക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് ഇന്ന് ഞാൻ നേടുന്ന 271 ഒരുപാട് മേളിലായിരിക്കും ബാക്കിയുള്ളവരുടെ റാങ്ക്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ കാണണം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലെ നമ്മുടെ ഇതിപ്പം സിദ്ധാർത്ഥ് പറഞ്ഞ ഇതിന്റെ ഐഡിയൽ ഒരു എന്താണ്, വളരെ ഒരു പ്രോഗ്രസീവ്, വളരെ ഇറ്റ്സ്
എ വെരി ഐഡിയൽ വ്യൂ. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞില്ല, ബട്ട് ഐ ഫുള്ളി എഗ്രി വിത്ത് ദാറ്റ് വേർഷൻ. കാര്യം ഇപ്പം സിദ്ധാർത്ഥ് ഇപ്പം ഇത് ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് എന്താണ് സിദ്ധാർത്ഥിൻ്റെ കഴിവോ അല്ല സിദ്ധാർത്ഥിൻ്റെ എഫേർട്ടോ ഒന്നും സീറോയിലോട്ടല്ലല്ലോ പോകുന്നത്. യു ആർ സ്റ്റിൽ വിന്നിങ് ഇൻ സം അതർ വേസ്, ബട്ട് സമൂഹം അംഗീകരിക്കുന്നില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാം, സമൂഹം ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഇപ്പം നമ്മൾ UPSC ഇറങ്ങിയിട്ട് UPSC ജയിച്ചാൽ മാത്രമേ സൊസൈറ്റിയുടെ കണ്ണിൽ വിജയമാവുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു വീഡിയോ കണ്ടാണ്, ഇപ്പോൾ അരവിന്ദ് സുബ്രഹ്മണ്യം ഇവിടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ UPSC ആസ്പിറൻ്റ് ആയിരുന്നു, ഗീതാ ഗോപിനാഥ് UPSC ആസ്പിറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനാലോചിക്കാം, ഗീതാ ഗോപിനാഥിനൊക്കെ എത്ര വർഷം കുടുംബക്കാർ മൊത്തം പറയണ്ടേ, നീ കുറേ നാൾ അതിനകത്ത് പോയി കഴിഞ്ഞല്ലേ എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ദാറ്റ് ഈസ്, ഐ തിങ്ക് യു ഹാവ് പുട്ട് ഇറ്റ് റിയലി വെൽ. ഇതായിരിക്കും സിദ്ധാർത്ഥിനെ പറ്റി ആൾക്കാരെല്ലാം പറയുന്ന സാധനം. അപ്പം മൂവിങ് ഓൺ, സിദ്ധാർത്ഥ്, അപ്പം എനിക്കിപ്പോൾ അറിയേണ്ടത്, സി ഓൾ ഓഫ് ദ പീപ്പിൾ ഹു ടോക്ക് അബൌട്ട് യു, ഇപ്പം മാർട്ടിനോടൊക്കെ ആണെങ്കിലും ഞാൻ സംസാരിക്കുക, എല്ലാവരും പറയുന്നത് ഓക്കെ വിൽ ബിക്കം എ ഗ്രേറ്റ് ഓഫീസർ. അങ്ങനെ ഭയങ്കര എല്ലാവരും ചുറ്റും നിന്ന എല്ലാവരും അതാണ് സിദ്ധാർത്ഥിനോട് പറയുന്നത്. ഈ വർഷമാണ് സിദ്ധാർത്ഥ് കയറുന്നത്, പക്ഷേ കയറിയ ഉടനെ അവർ പുതിയ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു യു വിൽ ബിക്കം എ ഗ്രേറ്റ് ഓഫീസർ. അപ്പം ഇനി ഐ ആം അസ്യൂമിങ് സിദ്ധാർത്ഥിന് ഈ കടമ്പയായിരുന്നിരിക്കില്ല സിദ്ധാർത്ഥിൻ്റെ ലക്ഷ്യം, ഇത് കഴിഞ്ഞിട്ട് കയറിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പം എന്താണ് ഒരു സിവിൽ സർവീസിനെ സിദ്ധാർത്ഥ് എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്തായിട്ടാണ് കാണുന്നത്, സ്കോപ്പ് എന്തായിട്ടാണ് കാണുന്നത്, അല്ലെ സിദ്ധാർത്ഥിന് എങ്ങനത്തെ ഒരു ഓഫീസർ ആവണം എന്നാണ് ആഗ്രഹം? സാർ, എനിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെക്കൊണ്ടും മോശം പറയിക്കാത്ത ഒരാളാവണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആഗ്രഹം, അതാണ്. അപ്പോൾ അതൊരു പീപ്പിൾസ് പ്ലീസിങ് ആയതുകൊണ്ടല്ല, അത് എൻ്റെ അച്ഛൻ, ഞാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുന്നിൽ വരുന്നത് അതാരാണെങ്കിലും, സീനിയർ ഓഫീസർ ആണെങ്കിലും ഇനിയിപ്പോൾ ജൂനിയർ ഓഫീസേഴ്സ് ആണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും മുന്നിൽ വരുന്ന ആൾക്കാരോട് മാന്യമായിട്ട് മാത്രം പെരുമാറണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ലൈഫിൽ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ആൾക്കാരും, ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞു, എല്ലാ ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഭയങ്കര ഹാപ്പിയാണ് കിട്ടുന്നതിൽ, അല്ലെങ്കിൽ ഞാൻ നന്നാവുന്നവർ പറയുന്നത് അവരോട് എനിക്ക് അത്രയും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റിയതുകൊണ്ടാണ്. മോശം ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ എല്ലാ ആൾക്കാരോടും അങ്ങനെ പറ്റണമെന്നില്ല, പക്ഷേ മാക്സിമം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും. ആ ഇഷ്ടം കൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്നാണ്. കാരണം അല്ലാതെ ഞാനിപ്പോൾ ഒരു ഓഫീസർ എങ്ങനെ ആകും എന്നുള്ളതൊക്കെ ഒരുപാട് ലോങ് ടൈം കഴിഞ്ഞിട്ട് മാത്രമേ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മാർക്ക് സർവീസിൽ ഇടണം എന്നുണ്ടെങ്കിൽ അത് കുറെ ടൈം എടുക്കുന്ന. ഞാനത് നമ്മളിതെങ്ങനെ ആഗ്രഹിക്കുമല്ലോ, നമ്മൾ ചെന്നിട്ട് അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ ഒരു എന്താണ് ഒരു വാല്യൂ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ഇന്നൊക്കെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചുമ്മാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ചില ദിവസങ്ങൾ നമ്മളെ അടുത്ത ദിവസത്തിലോട്ട് എത്തിക്കാൻ വി നീഡ് ടു ഡ്രീം ദാറ്റ് തിങ്, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചതെന്നാണ്? ഉണ്ട് സാർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നിൽക്കുന്ന സിസ്റ്റത്തിൽ എല്ലാവരെയും ഒരുമിച്ച് എഫിഷ്യൻ്റ് ആയി കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ബ്യൂറോക്രസി പലപ്പോഴും നമ്മൾ പോർട്രേ ചെയ്യപ്പെടുന്നത് ഒരു വൺ മാൻ ഷോ എന്നുള്ള നിലയിലാണ്. സിനിമകളിലൂടെയൊക്കെ നമുക്ക് അങ്ങനെ വരുന്നുണ്ട്, ഒറ്റയ്ക്ക് ഒരാൾ നടത്തുന്ന യുദ്ധം, ഒറ്റയ്ക്ക് ഒരാളുടെ യുദ്ധമൊന്നും വിജയിക്കില്ല. ഇതൊരു കൂട്ടായ്മയുടെ ആണ്. എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ആൾക്കൂട്ടങ്ങളാണ്, ആൾക്കൂട്ടം എന്നുള്ളതിനേക്കാൾ കൂട്ടായ്മ എന്നുള്ളതാണ്. വെറുതെ വരുന്ന ആൾക്കൂട്ടമല്ല, ഒരു പർപ്പസിൽ വരുന്ന ഒരു ഗ്രൂപ്പിനെ, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഓഫീസർ ആവണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കൊന്നും നേടാനല്ല, നേടാൻ കെൽപ്പുള്ള ഒരു ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസർ ഇതാവുക എന്നുള്ളതാണ്, ഫെസിലിറ്റേഷൻ. അതെ. ഞാനിപ്പം വേറൊരു കാര്യം, ഇപ്പം സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ സ്റ്റേറ്റ് സർവീസിലുള്ള ആളാണ്, അതിൽ കൂടെ തന്നെ മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടെന്ന് പറയുന്നു. അപ്പം യു ആർ സീയിങ് പവർ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അറ്റ് എ വെരി ക്ലോസ് ക്വാർട്ടേഴ്സ് അല്ലേ? അപ്പോൾ പൊതുവേ എനിക്ക് ആ കാറ്റഗറിയിൽ, ഇപ്പോൾ എൻ്റെയും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ ഉള്ള ഫാമിലി എന്നൊക്കെയാണ് ഞാനും വരുന്നത്. അപ്പം ഞാനത് ഇത്ര അടുത്തല്ല, ബട്ട് ഐ ഹാവ് ഓൾസോ സീൻ ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ്. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ജനറലി ആൾക്കാർ പവറിനെ ഇത്ര അടുത്ത് കാണുമ്പോഴൊക്കെ ഒരു സിനിസിസം ഉണ്ടാകാനുള്ള ചാൻസ്, ഇതൊന്നും നടക്കത്തില്ല, ഇത് കാര്യം സിസ്റ്റം മൊത്തം മോശമാണ്. അപ്പോൾ ചിലർ അങ്ങനെ പറയുമല്ലോ, ഇതൊന്നും നന്നായി, ഇതല്ല ഇവന്മാരെല്ലാം ഇടിച്ച് പൊളിച്ച് ഇവിടെ രാജഭരണം വരണം, മറ്റേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ദുബായിലെ റോഡൊക്കെ എടുത്ത് കാണിച്ച് അങ്ങനത്തെ സാധനമൊക്കെ ഇടുന്നൊരു ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് പൊതുവേ എസ്പെഷ്യലി ചെറുപ്പക്കാർ അങ്ങനെ പറയുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സിദ്ധാർത്ഥിനും വേണേൽ ആ ഒരു സിനിസിസം ഒക്കെ ആവായിരുന്നു. അപ്പം ഡു യു ഹാവ് ഈവൻ സം എലമെന്റ് ഓഫ് ദാറ്റ് സിനിസിസം, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഓവർ ദാറ്റ്, ഓർ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു വ്യൂ എന്താണ്? അത് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. ഒരു പോയിന്റ് വരെ നമുക്ക് തോന്നും എന്താണ് ഇവിടെ മൊത്തം പ്രശ്നമാണ്, ഭയങ്കര സിനിസിസ് അതുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പോയിന്റ് വരെ ഇതെല്ലാം പ്രശ്നമാണെന്നൊരു തോന്നൽ നമ്മളുണ്ടാവും. പക്ഷേ വൺസ് വി സ്റ്റാർട്ട് ഹിസ്റ്റോറിസൈസിങ്, ഈ പറയുന്ന പോലെ ഹിസ്റ്ററി അതിൻ്റെ കോണ്ടെക്സ്റ്റ് കാണാന്ന് പറയുമ്പോൾ, യൂറോപ്യൻ കൺട്രീസ്
നമ്മളെ ഇവിടെ നിന്നുള്ള ഇമ്പീരിയലിസത്തിൽ നിന്ന് അവർ കൊണ്ടുപോയി ഒരുപാട് റിസോഴ്സ് വെച്ച് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. നമ്മുടെ റിസോഴ്സ് കുറെ പോയി. അപ്പൊ ആ റിസോഴ്സ് പോയപ്പോൾ ഉണ്ടായ ഒരുപാട് കോൺസിക്വൻസ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് ഒരു കാര്യം സർ. സെക്കൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഓക്കെ പൊളിറ്റീഷ്യൻസ് മൊത്തം പ്രശ്നം, ബാക്കി ഉള്ളവരെല്ലാം നല്ല. അങ്ങനെയൊന്നുമില്ല, നല്ലവരും ചീത്ത ആൾക്കാരും എല്ലായിടത്തും ഉണ്ട്. സോ ഇറ്റ്സ് എങ്ങനെ നമ്മളത് പോർട്രേ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത് മാറണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പതിയെ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഗവൺമെന്റ് സർവീസ് കയറിയതിനു ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ഇതുണ്ടാവും, പക്ഷേ ചുമ്മാ കയറി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ആൻസറബിൾ ടു ദ പബ്ലിക്. അപ്പോൾ ഇത് പല ലെവൽസ് ഓഫ് സ്ക്രൂട്ടിനി കൂടെ കടന്നു പോകേണ്ടി വരും, പല ലെവൽസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അപ്പം നമ്മളൊരു പുതിയ പ്രോജക്റ്റ്, ഇപ്പം ഞാൻ ഏറ്റവും ബേസിക് ലെവലിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മളൊരു പുതിയ പ്രോജക്റ്റ് പ്രപ്പോസൽ, നമ്മളൊരു റേഷൻ ഷോപ്പാണ് ഞാൻ ഡീൽ ചെയ്യുന്ന ഏരിയ. ഇപ്പോൾ ഒരു ഫെയർ പ്രൈസ് ഷോപ്പിന്റെ പ്രപ്പോസൽ വെച്ചാൽ അത് ഗവൺമെന്റിന് എത്ര എക്കണോമിക് ഇതുണ്ടാക്കും നോക്കിയാലേ നമുക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ഒരു അക്കൗണ്ടബിലിറ്റി, അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ സ്ലോ ആക്കും, അത് ഇൻഡയറക്ട്ലി റെഡ് ടേപ്പിസത്തിലേക്ക് നയിക്കും. അതൊരു അക്കൗണ്ടബിലിറ്റി പ്രശ്നമാണ്. നമുക്ക് അക്കൗണ്ടബിലിറ്റി കോംപ്രമൈസ് ചെയ്തൊരു എഫിഷ്യൻസിയിലേക്ക് പോയാൽ ട്രേഡ് ഓഫ് ആണ്. സോ ഈ ബാലൻസിലാണ് ഗെയിം ഇരിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി വേണം, അതേസമയം എഫിഷ്യന്റ് ആവുകയും ചെയ്യണം. ഇവിടെ ഈ ട്രേഡ് ഓഫിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഒരു നല്ല ഓഫീസർ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായി. ഐ മീൻ ഇറ്റ്സ് വെരി വെൽ പുട്ട്. ഞാനെപ്പോഴും ഈ ഒരു UPSC പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഓപ്ഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ച് അതിൻ്റെ കോർ ഒറിജിനൽ സോഴ്സ് ബുക്സിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വായിച്ചുള്ളൊരു അറിവാണ്, ഇറ്റ്സ് ജസ്റ്റ് എ തിയററ്റിക്കൽ നോളജ്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, പിന്നെ ജനറലി നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഐ ടെൻ ടു അലൈൻ മോർ വിത്ത് പൊളിറ്റീഷ്യൻസ് ദാൻ വിത്ത് ബ്യൂറോക്രാറ്റ്സ്. കാരണം ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻ ഹാസ് എന്താ ഈ പറയുന്ന ഒരു അക്കൗണ്ടബിലിറ്റി മെക്കാനിസം അറ്റ്ലീസ്റ്റ് ഇൻ എവറി 5 years, വെറാസ് ഒരു കരിയർ ബ്യൂറോക്രാറ്റ് ഡസൻ ഹാവ് ദാറ്റ്. അല്ലേ? കാര്യം ഇയാൾക്ക് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പവർ ആയിരിക്കും, അവരുടെ ഇൻറ്റൻഷൻ പവർ ആയിരിക്കും, പക്ഷെ തിരിച്ച് വരണമല്ലോ. കാരണം പവറിൽ വരണമെങ്കിൽ കേരളം പോലൊരു സമൂഹത്തിൽ പവറിലോട്ട് വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒന്നും ചെയ്യാതെ തിരിച്ച് പവർ വരുന്ന ഒരു മെക്കാനിസം കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവർക്ക് ദർ ഇസ് എ നീഡ് ടു പെർഫോം, അല്ലേ? അപ്പം പക്ഷെ ബ്യൂറോക്രാറ്റിന് കേരളത്തിൽ അത്ര ഒരു ഹൈ ഒരു സ്റ്റാറ്റസും ഇല്ല. ഇപ്പോൾ UP-യിലോ ബീഹാറിലോ ഉള്ള പോലെ ദൈവതുല്യനായ ബ്യൂറോക്രാറ്റിനെ കാണുന്ന ഒരു സമൂഹമല്ല നമ്മുടെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിപ്പം സിദ്ധാർത്ഥ ഒരു സർവീസിലോട്ട് വരുമ്പോൾ ആ ഒരു പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസുമായിട്ടുള്ളൊരു ബ്യൂറോക്രസിയുടെ ഡൈനാമിക്, അല്ലെ സിദ്ധാർത്ഥിൻ്റെ ഒരു ഡൈനാമിക്, അതൊക്കെ എങ്ങനെയാണ് സിദ്ധാർത്ഥിൻ്റെ ഈ എൻ്റയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന? ഹൗ ഡു യു വാണ്ട് ഇറ്റ് ടു ബി? സർ, അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. വാട്ട് ഈസ് ബ്യൂറോക്രസി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മെയിൻസിൽ ഉൾപ്പെടെ എഴുതുന്നത് ബ്യൂറോക്രസി ഈസ് ദി ഇംപ്ലിമെന്റേഷൻ ആം ഓഫ് ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ ഇംപ്ലിമെന്റേഷനിൽ ഡിസൈഡ് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ആണ്. അതെന്തുകൊണ്ടാണ്? അവരാണ് അക്കൗണ്ടബിൾ ടു ദ പബ്ലിക്, ബ്യൂറോക്രസി അല്ല. അതുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ബിക്കോസ് അവർ ഡെഫിനറ്റ്ലി അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പൊ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദേ ആർ സെർവിങ്, അല്ലെങ്കിൽ ബ്യൂറോക്രസി ഈസ് ഇംപ്ലിമെന്റിങ് ദ പോളിസി ഫോർമുലേറ്റഡ് ബൈ പൊളിറ്റീഷ്യൻസ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തെ അതങ്ങനെ വരുള്ളൂ, അല്ലാതെ ഒരു ബ്യൂറോക്രാറ്റിക് റെജീമിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഞങ്ങൾ മിനിസ്ട്രി ലെവൽ മീറ്റിംഗ്സിലൊക്കെ നമ്മൾ അല്ലാണ്ട് കാണുന്നതും ഓഫീസേഴ്സ് പറയുന്നതൊക്കെ ആയിട്ടാണെങ്കിൽ പല സജഷൻസും മിനിസ്റ്റേഴ്സ് വളരെ റെസ്പെക്ട്ഫുള്ളി കേൾക്കുന്ന, എല്ലാ പാർട്ടിയും കേൾക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. MLAs-മാരെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും എല്ലാം, അത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ഞാൻ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഒരു സോളിഡ് ആയ ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ മിക്ക മിനിസ്റ്റേഴ്സും അത് അഡോപ്റ്റ് ചെയ്യാറാണ് പതിവ്, അല്ലെങ്കിൽ അവരുടെ സജഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഒരു കോൺഫ്ലിക്റ്റ്, ബ്യൂറോക്രാറ്റിക് സിനിമയിൽ കാണിക്കുന്ന ബ്യൂറോക്രസി പൊളിറ്റിക്സ് കോൺഫ്ലിക്റ്റിലല്ല, ഒരു കൺസെൻസസിലാണ് ഒരു സൊസൈറ്റിയുടെ ഫ്യൂച്ചർ എന്ന് എനിക്ക് തോന്നുന്നു സർ. മനസ്സിലായി. നമുക്ക് വേറൊരു സൈഡിലോട്ടൊന്ന് പോവാം. നമ്മൾ ഇച്ചിരി ബ്യൂറോക്രാറ്റിക് മിനിസ്റ്റീരിയൽ ഇതിനകത്തോട്ടും കയറിപ്പോയി. അപ്പം സിവിൽ സർവീസ് ആസ് ആൻ എക്സാം, ഇതിപ്പോൾ ഒരു ഭാവി ഇത് എൻ്റെ ഒരു ഇത് ചോദിക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് തോന്നുന്നു ശ്രീജയാണെന്ന് തോന്നുന്നു പറഞ്ഞു, 7ാം ക്ലാസ് ശ്രീജ പഠിച്ചപ്പോൾ ഹരിതയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോഴാണ് ശ്രീജ ഇതിൽ ഇൻസ്പയർഡ്. ഇപ്പം സിദ്ധാർത്ഥ് ഇപ്പോൾ വിചാരിക്കത്തില്ല സിദ്ധാർത്ഥിൻ്റെ ജേർണി എത്ര പേർക്ക് നമ്മളൊരിക്കലും അങ്ങനെ നമ്മളെ ഇതുവരെ അങ്ങനെ ഒരു ഇൻസ്പിറേഷണൽ ഫിഗറായിട്ട് നമ്മൾ ഫുള്ളി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ യു മൈറ്റ് നെവർ തിങ്ക്, ബട്ട് ഞാനും പണ്ടൊന്നും അങ്ങനെ വിചാരിച്ചില്ല. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ റെഫർ ചെയ്യുന്നതിൽ നിന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്ഭവം. അപ്പം ആരാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതെല്ലാം സിദ്ധാർത്ഥിൻ്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയാണ്. ഹൂ ഷുഡ് പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ് ആൻഡ് ഇൻ ദാറ്റ് ജേർണി ഹൗ ഷുഡ് ദേ ഗെറ്റ് ദംസെൽസ് റെഡി ഫോർ ദിസ് ജേർണി? സിദ്ധാർത്ഥിൻ്റെ പ്യുവർലി യുവർ ഒപ്പീനിയൻ അതൊന്ന് പറഞ്ഞുതരും. ആരൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതിലോട്ട് വരേണ്ടത്?
സാർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഡെഫിനറ്റ്ലി വരാൻ പറ്റുന്നൊരു ഏരിയയാണ് സിവിൽ സർവീസ്. ഞാൻ IAS IPS എന്ന് പറയുന്ന നമ്മുടെ എലൈറ്റ് ക്ലാസ് ഇന്ത്യൻ സിവിൽ സർവീസ് മാത്രമല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കേരള PSC നടന്ന എല്ലാ എക്സാമിനേഷനും. അപ്പം ഇത് നമ്മുടെ ഒരു സ്റ്റീൽ ഫ്രെയിം എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ പറയുന്നത്. സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയാണ്. അപ്പോൾ ഈ സ്റ്റീൽ ഫ്രെയിമിനെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ യങ് ഡെമോഗ്രഫിയാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്ലാനും ഇതും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് സെക്കൻഡ്ലി. കാരണം കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്നത് ഡ്രീമാണ്. ഞാനും എല്ലാവരും നമ്മളൊരു ഡ്രീമാണ് കാണുന്നത്. അതിലേക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അപ്പോഴേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് അതിലേക്ക് സീരിയസ്ലി അതിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഡൂവേഴ്സായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞിലെ നമ്മൾ കണ്ടിട്ട് പിന്നീട് നമ്മളെ അംബീഷൻ മാറിപ്പോകുന്നൊരു തെറ്റൊന്നുമല്ല. കാരണം അന്നത്തെ നമ്മളുടെ റിയാലിറ്റി അല്ല പിന്നീട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് വരുന്ന മെച്യൂരിറ്റി ഉണ്ടാവും, നീഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കാലക്രമേണ നമ്മൾക്കുണ്ടായി വരുന്ന ആഗ്രഹം, ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ എത്രമാത്രം റെഡിയാണ്. അങ്ങനെ റെഡി ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും കാരണം എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഈവൻ ഇഫ് ഞാനിപ്പോൾ ഇത് ക്വാളിഫൈഡ് ആയില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് ഈ രാജ്യത്തെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് കൂടെ വരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ, ഇഫ് വി ആർ സീരിയസ് അബൌട്ട് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് വേറൊരു ഡയമെൻഷൻ കൂടി ആഡ് ചെയ്യാം. ഞാൻ ചോദിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, സിവിൽ സർവീസ് എക്സാം ഈസ് നോട്ട് ലൈക്ക് അതർ എക്സാം ടു ദ ജനറൽ പബ്ലിക്. അവർ വിചാരിക്കും ഇത് വേറെ എന്തോ സാധനമാണെന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആംഗിളാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞത്. നിങ്ങൾക്കൊരു നല്ല സിറ്റിസൺ ആണോ, അല്ല ഒരു സമൂഹത്തിന് വേണ്ടി സേവിക്കണം, അങ്ങനെ ഒരു ആംഗിളിലുള്ള ആർക്കും ഇത് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ സമൂഹത്തിലുള്ള എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കാര്യം അവരെ ഇതുവരെ സമൂഹം ഒരു കേപ്പബിൾ പേഴ്സണായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും ഒരു ഹൈലി ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം ഞാൻ എങ്ങനെ ആസ്പയർ ചെയ്യും എന്നുള്ളതായിരിക്കും മജോറിറ്റിയുടെ സംശയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞിലെ തൊട്ടേ ക്ലാസ് ടോപ്പർ അങ്ങനെ ആവണോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണോ, അല്ലെങ്കിൽ ഡോക്ടർ ആവണോ, അങ്ങനത്തെ ഒരു രീതിയിൽ ഇച്ചുകൂടി ഒന്ന് സ്പെസിഫിക്കലി പറയാമോ? ഈസ് ദർ എനി ബാരിയർ ടു ക്ലിയറിംഗ് സിവിൽ സർവീസ് ഫോർ എ നോർമൽ പേഴ്സൺ? നോ ബാരിയർ എന്നാണ് സാർ പറഞ്ഞത്. കാരണം ഞാൻ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ബാരിയർ ഉണ്ടെങ്കിൽ അത് മെൻ്റൽ മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ അല്ലാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സാറിന് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്ന ഒരു മിക്സഡ് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ സയൻസ് ആയിരുന്നു ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞ് ലിറ്ററേച്ചറിലാണ് എൻ്റെ ഡിഗ്രി, PG, റിസർച്ച് ഓൺഗോയിങ് അവിടെയാണ്. പക്ഷേ എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളമാണ്. അപ്പോൾ ഈ എല്ലാ ഡിസിപ്ലിനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് മുന്നേ വരെ കുറേ ആൾക്കാർ IIT അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് കോളേജിലുള്ളവരാണ് എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് മാർവേനസ് കോളേജിലാണ് പഠിച്ചത്, കേരള യൂണിവേഴ്സിറ്റിയിലാണ് PG ചെയ്ത്. ഇനി അതുമല്ലാതെ ഇപ്പോൾ വളരെ സാധാരണ കോളേജസിൽ നിന്ന് വരുന്ന ആൾക്കാരും നമ്മൾ എക്സാമിനേഷൻ ക്ലിയർ ആവാറുണ്ട്. അക്കാഡമിക് എക്സലൻസിൻ്റെ കാര്യവും ഞാൻ കുറേയൊക്കെ ഗ്രേസ് മാർക്കിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ +2 മാർക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഡിഗ്രി മാർക്കൊക്കെ ഗ്രേസ് മാർക്കാണ് കൂടുതലായിട്ട് ഇത്. അപ്പോൾ അതല്ലാതെ നോക്കിയാൽ സിമ്പിളായിട്ട് 10 ഫുൾ A+ പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എല്ലാവർക്കും ഫുൾ A+ വാരി കൊടുക്കും. ഈ വാരി കൊടുക്കുന്ന സാധനം പോലും കിട്ടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ക്ലിയർ ആകാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു പോയിന്റിന് ശേഷം നമ്മൾ അക്കാഡമിക്കലി സീരിയസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റാവുന്നവരെ. പക്ഷെ ആ പറഞ്ഞ പോലെയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അംബീഷനെ കോൺക്രീറ്റ് ആയിട്ടുള്ള എഫേർട്ടിലേക്ക് കൂടെ മാറ്റാൻ റെഡി ആണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ ഇതുവരെയുള്ള മാർക്കോ അക്കാഡമിക് പെർഫോമൻസോ ഒന്നും മാറ്റർ ചെയ്യില്ല. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റ് അത് പലപ്പോഴും ഈ പറയുന്ന പോലെ കുഞ്ഞിലെ പോലെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ അക്കാഡമിക്കലി എക്സെപ്ഷണലായ ആൾക്കാരായതുകൊണ്ടാണ് ഭൂരിപക്ഷം ഇങ്ങനെ ആയി പോകുന്നത്. ഞാനെപ്പോഴും പിള്ളേരോടൊക്കെ പറയുന്നതാണ്, എന്തുകൊണ്ടാണ് ഈ IIT-കാരോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നവർ വന്ന് പെട്ടെന്ന് അങ്ങ് കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു തോട്ടാണ്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നോർമൽ ഒരു ആസ്പിറൻറ്റ് വരുമ്പോൾ അയാൾ പോകേണ്ട കുറേ ഇതുണ്ടല്ലോ, കുറേ ഹഡിൽസ് ഉണ്ട്. അത് കയറാൻ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പഠിക്കുന്നവന് 7ാം ക്ലാസ്സിലേ അത് പഠിച്ചു കാണും. ബിക്കോസ് അന്നേ അത് ക്രാക്ക് ചെയ്തുകൊണ്ടാണ് they went on a different career trajectory. പക്ഷെ നമ്മൾ ഏതെങ്കിലും പോയിന്റിൽ വി ഓൾസോ ഹാവ് ടു റേസ് ടു ദാറ്റ് ലെവൽ. അവർക്ക് ഒരു 10 വയസ്സിലോ 15 വയസ്സിലോ അവർ കാണിച്ച ഒരു കമ്മിറ്റ്മെന്റ് ടു എ കോസ് നമ്മളൊരു 20-21 വയസ്സിൽ കാണിച്ചാൽ ഐ തിങ്ക് ഈ ഒരു ഇന്റലക്ച്വൽ ഗ്യാപ്പ് ഒന്നും തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെയാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇരുന്ന് പഠിക്കാനുള്ള ക്ഷമ, പേഷ്യൻസ്, 2 ഇതിനു വേണ്ടി കൊടുക്കേണ്ട ഒരു കൺസിസ്റ്റന്റ് ഡെഡിക്കേഷൻ. അപ്പൊ ഇത് രണ്ടും കൊടുക്കാൻ അവർ കുറച്ചുകൂടെ മുന്നേ ട്രെയിൻഡ് ആണ്. അങ്ങനെ ട്രെയിൻഡ് ആയതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ലാൻഡപ്പ് ചെയ്യുന്നത്, IITs ലാൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാനിരുന്ന് പഠിക്കാൻ ഒരു സാധനം ട്രെയിൻ ചെയ്യുന്ന തന്നെ ഈ 25 അറ്റംപ്റ്റിന് മുന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിന് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി അത് മുന്നേ വായിച്ച കാര്യങ്ങളെല്ലാം ആഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ
ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളത് തുടങ്ങി, ആൻഡ് അത് ഈ പോയിന്റ് തുടങ്ങി എന്ന് വെച്ച് അടുത്ത ദിവസം അടുത്ത ആഴ്ച ആയിരിക്കില്ല. ഈ പറയുന്ന പോലെ 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വളരെ ക്ലോസർ ആയിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ നമുക്കറിയാം ഇന്റർവ്യൂ പോയ ആൾക്കാർക്ക് തന്നെ വേറെ പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്, പ്രതിഭ സേതു പോലെയുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ എൻഡപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. UPSCക്ക് ഒരു പ്ലാൻ ബി ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അതിനോടുള്ള സിദ്ധാർത്ഥിന്റെ അഭിപ്രായം എന്താണ്? സർ, പ്ലാൻ ബി എപ്പോഴും നല്ലതാണ്. നമുക്ക് UPSCക്ക് എന്നല്ല, ഞാൻ എപ്പോഴും എൻ്റെ നെഗറ്റീവ് ഒക്കെ നമ്മൾ KSനകത്ത് കൊടുക്കണം, ഡാഫിൽ കൊടുക്കണം. എന്താണ് നെഗറ്റീവ്? ഞാൻ പറയുന്നത് ഒപ്റ്റിമിസം ബയസ് എന്ന്. എന്ത് ചെയ്താലും നമ്മൾ പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളൊരു കാര്യം ചെയ്യുന്നത്. ഒപ്റ്റിമിസം നല്ലതാണ്, പക്ഷേ ഒപ്റ്റിമിസം ബയാസ് ആകരുത്. നമ്മളിത് ഡെഫിനറ്റ് ആയിട്ട് ക്രാക്ക് ചെയ്തില്ലെങ്കിൽ ജീവിതം പോയി എന്നുള്ളതല്ല. ഇപ്പം എനിക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. ലൈക്ക് കുഞ്ഞിലെ മുതലേ എല്ലാവരും പറയും, ഏതെങ്കിലും ഒരു പടിയുടെ താഴെ വെച്ചാൽ സാധാരണ ഏത് കൊച്ചാണെങ്കിലും 2 പടി കയറി നോക്കും. ഞാൻ കയറത്തില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും, വീഴുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പേടിയുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ UPSC പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ PhD പാരലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വേറൊരു കരിയർ വരുന്നതാണ്. and അവിടെയും ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പ്ലാൻ ബിയും പ്ലാൻ സിയും എല്ലാം വെച്ചിട്ടാണ് ഞാൻ നിന്നത്. അത് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം ഞാൻ എപ്പോഴും ഫെയിലിയർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒപ്റ്റിമിസ്റ്റിക് ആണ്, നമ്മുടെ ഉള്ളിൽ കാണും നമ്മളിത് എന്തെങ്കിലും ജയിക്കും എന്നുള്ളത്. പക്ഷേ തോറ്റാൽ നമുക്ക് എന്ത് വേണം എന്നുള്ളൊരു സാധനം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു 2 or 3 ഫെയിലിയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും. ഇപ്പം എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരു പ്രിലിംസ് ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് PhDയുടെ ഒരു വർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് പോയി കുറച്ച് അത് ചെയ്യും. പിന്നെ ഒരു തവണ ഇത് കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് വന്നു. എൻ്റെ അവസാനത്തെ 23 അറ്റംപ്റ്റാണ് ഞാൻ അവസാനം ഇതിന് മുന്നേ കൊടുക്കുന്നത്. അതിന് 1 മാസം മുന്നെയാണ് സെക്രട്ടേറിയറ്റ് വന്നത്. അപ്പം 23 അറ്റംപ്റ്റ് കിട്ടാതിരുന്നപ്പോഴും അന്ന് പ്രിലിംസ് അറിയാലോ, കട്ട് ഓഫ് താഴെ പോയി, ഭയങ്കര പാടുള്ള പ്രിലിംസ്, ഭയങ്കര ഡ്രമാറ്റിക് ഇവൻറ്റ്സ്. ഞാൻ അന്ന് തളരാൻ നിന്നത് 1 മാസം മുന്നേ എനിക്ക് സെക്രട്ടേറിയറ്റ് വന്നു റെഡി എന്നുള്ള കാര്യമാണ്. അത് എഴുതുന്നതും അത് ഈ UPSCക്ക് മുന്നേ ഞാൻ എഴുതി തുടങ്ങിയാണ്. 21 ആ സെക്രട്ടേറിയറ്റ് എക്സാം വരുന്നത്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോവിഡ് വന്ന്, പിന്നെ 22 മെയിൻസ് നടന്ന്, 23 ലിസ്റ്റ് വന്ന്, നല്ല നീണ്ടുപോയി. അപ്പോൾ അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു UPSC മാത്രമേ എഴുതുള്ളൂ, ഇത് എഴുതില്ല എന്ന് വെച്ച്. പക്ഷേ ഇത് എഴുതിയത് കൊണ്ടാണ് നമുക്കിത് വന്നത്. എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇന്ന പരീക്ഷ എഴുതും. ഞാൻ RBIയുടെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, IB എഴുതിയിട്ടുണ്ട്, പിന്നെ സെക്രട്ടേറിയറ്റ് എഴുതിയിട്ടുണ്ട്, LD ആണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന PSC പരീക്ഷ. അവിടെ തന്നെ തോറ്റു. ശരിക്കും പറയുമ്പോൾ എല്ലാവരും ഞാൻ ഈ ജയിച്ച കുറച്ച് പരീക്ഷയെ പറയുന്നുള്ളൂ. ഞാൻ തോറ്റ ആയിരക്കണക്കിന് പരീക്ഷകൾ വേറെ ബാക്കിൽ ഉണ്ട്. അപ്പം ഞാനെപ്പോഴും ഒരു പ്ലാൻ ബി സി എങ്ങനെയെങ്കിലും സംഹൗ ലാൻഡപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് റാൻഡമായി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ഈ ഒരു പറയുന്ന പോലെ ഈ ഒരു റിസ്ക് അവേർഷൻ റിസ്ക് മാനേജ്മെന്റ് ആണ് അല്ലേ? ഒരു റിസ്ക് അവേർഷൻ എന്ന് പറയുന്ന വോണ്ട് ബി ദ റൈറ്റ് വേർഡ്, ബിക്കോസ് യു ആർ ഇൻ ദ പ്രോസസ്. UPSC ചെയ്യാതിരിക്കുവാണെങ്കിലാണ് യു ആർ ഇവേഡിങ് ദ റിസ്ക്. പക്ഷേ ഇത് യു ആർ മാനേജിങ് ദ റിസ്ക് ഇൻ എ ബെറ്റർ വേ അല്ലേ? അപ്പം അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്താൽ ഐ തിങ്ക് UPSCയിലോട്ട് വരുന്നതിന് ഒരു ആളുടെ ഒരു ബൗദ്ധിക തലങ്ങളോ മറ്റേ IITയോ മെഡിക്കൽ കോളേജോ ഒന്നും ഇല്ലെങ്കിലും ഇറങ്ങാം എന്നുള്ളത് തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പം സ്കൂൾ തൊട്ടൊക്കെ ഉണ്ട്, സ്കൂളിനെ പറ്റി ഒന്നും ഞാൻ പറയുന്ന പോലെയല്ല, ഐ ഡോണ്ട് നോ, അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലെയാണെന്ന്. ബട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇത് ഇതൊന്ന് തുടങ്ങി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് കോഴ്സ് എടുക്കണം എന്നുള്ളതൊന്നുമല്ല, സിവിൽ സർവീസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് അല്ല, അതിൻ്റെ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ സാധനമൊക്കെ തുടങ്ങി വെച്ചാൽ ഡസ് ഇറ്റ് ആക്ച്വലി ഗിവ് എ ഹെഡ് സ്റ്റാർട്ട് ഇൻ ദ പ്രിപ്പറേഷൻ? എന്താണ് തോന്നുന്നത്? യെസ് സർ, ഡെഫിനറ്റ്ലി അതെപ്പോഴും ഉണ്ട്. കാരണം ഇയർലി സ്റ്റാർട്ടിൽ എവിടെയായാലും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇന്നലെ ശ്രീജ പറഞ്ഞാണെങ്കിൽ മുന്നേ ഉള്ള ഒരുപാട് ടോപ്പേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ കോളേജ് ടൈമിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നില്ല. കാരണം കോളേജ് ടൈമിൽ നമ്മൾ പലയിടത്തും, ഞാൻ ഈ പറഞ്ഞ കോളേജിന്റെ ഇവാനുവസിലാണ് ഞാൻ പഠിച്ചത്, അവിടെ നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ജോയിൻ ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പതിയെ അതിൽ നിന്ന് മൂവ് ഔട്ട് ആയി. കാരണം കോളേജിൽ കളർഫുൾ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിന് അപ്പോൾ പക്ഷേ അന്നും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഈ കോമ്പറ്റീഷന് വേണ്ടി ഇതിന് വേണ്ടി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതേപോലെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. അവിടെയും കുറച്ചുകൂടെ ക്ലാസ്സിനിരുന്നു. പക്ഷേ അവിടെയും കൂടുതൽ ലൈബ്രറിയിലാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫൈറൂസ് ഉണ്ട് ഇപ്പോൾ സർവീസിൽ. അപ്പോൾ നമ്മളൊക്കെ അന്ന് അവിടെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സർക്കിളിലാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ കൂടുതൽ സമയം ഇരുന്നു, അവിടെയും വായിച്ചിട്ടുണ്ട്. എക്സാമിനേഷന് വേണ്ടിയിട്ടല്ല, അതൊക്കെ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് വായിക്കുന്നതാണ്. പക്ഷേ ജനറലി അത് നമ്മുടെ ഒരു അക്യുമുലേറ്റഡ് ലെവലിലേക്ക് വന്നു. അപ്പോൾ നമ്മളത്
ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതല്ല. പക്ഷെ ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാമ്പസ് ടൈമിൽ തന്നെ കുറച്ച് എഫേർട്ട് ഇടാൻ നമ്മൾ റെഡിയാണ് വിത്തൗട്ട് കോംപ്രമൈസിങ് യുവർ ഹാപ്പിനെസ് ഇൻ കോളേജ്. അത് ഞാൻ എപ്പോഴും പറയും. കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും അടിപൊളി കാലഘട്ടമാണ്, തിരിച്ച് കിട്ടാത്തൊരു സാധനമാണ് കോളേജ് ലൈഫ്. എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് ലൈക്ക് മാർവിയാനോസ് കോളേജിലെ 2016 to 19 എന്ന് പറയുന്ന കാലഘട്ടമാണ് ലൈഫിൽ ഏറ്റവും കളറുള്ള കാലം. അപ്പോൾ അങ്ങനത്തെ സാധനം മിസ് ചെയ്യാതെ തന്നെ അതിലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് കുറേയൊക്കെ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും. ഇനിയിപ്പോൾ അത് നമുക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വേറൊരു പോയിന്റിലാണെങ്കിലും നമ്മളൊരു 2 years ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതും മോർ ദാൻ ഇനഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ മുമ്പ് ഇടയ്ക്ക് എൻ്റെ ട്രാക്ക് വിട്ടുപോയൊരു ചോദ്യമായിരുന്നു. ഒന്ന് ഞാൻ ചോദിച്ച UPSCക്ക് ഒരു പ്ലാൻ ബി എന്നുള്ളൊരു സാധനമായിരുന്നു. അതുപോലെ തന്നെ ഉള്ളൊരു സാധനം ഒരു UPSC പ്രിപ്പറേഷൻ. എനിക്ക് സിദ്ധാർത്ഥ ഇടയ്ക്ക് എപ്പോഴും റെഫറും ചെയ്തു ഈ സാധനം. ഹൗ ഡസ് ദിസ് പ്രിപ്പറേഷൻ ആക്ച്വലി മോൾഡ്സ് ആൻ ഇൻഡിവിജ്വൽ? കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ഇതിപ്പോൾ ഇതിനു വേണ്ടിയൊന്നും അല്ലെങ്കിൽ നിനക്ക് ഇത് ക്ലിയർ ചെയ്യാനൊന്നും അല്ലെങ്കിൽ നീ ചുമ്മാ ഒരു കോഴ്സ് എടുത്താൽ തന്നെ യു വിൽ ചേഞ്ച് ആസ് എ പേഴ്സൺ. കാര്യം ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു വ്യൂവിനോടുള്ള ഒരു സിദ്ധാർത്ഥത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അത് ഭയങ്കര ഇതാണ്. നമ്മൾ എവിടെയായാലും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. സെയിം ആണ് UPSC പ്രിപ്പറേഷനിൽ വരുമ്പോൾ. ഒന്ന്, നമ്മൾ ഭയങ്കര വാസ്റ്റ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. ഇന്ത്യയുടെ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ ജോഗ്രഫി. ഇപ്പോൾ ഞാനല്ലാത്ത ഇപ്പം UPSC സർക്കിളിന് പുറത്തുള്ള ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ പഞ്ചാബിലെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ് മഴ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അവരെയും നോക്കി എന്താണ് ഇവൻ പറയുന്നത്, ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയും പഞ്ചാബിൽ ഇന്ന സമയത്താണ് മഴ പെയ്യുന്നത്, അത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കൊണ്ടുവരുന്നതാണ്, അല്ലാതെ അവിടെ മഴ പെയ്യില്ല. അവർ ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? അപ്പം അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണക്ട് ആവുന്ന ചില ഡോട്ട്സ് ഉണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അത് ശരിക്കും ഇന്ത്യയുടെ വാല്യൂ സിസ്റ്റമാണ്. അപ്പോൾ ആ വാല്യൂ സിസ്റ്റം ഇംബൈബ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. അത് ഈ പറയുന്ന പോലെ ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനുകളെ, ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, ഇത് നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മളെ കുറെ കൂടെ നല്ല മനുഷ്യനാക്കും. അത് ഇതിൻ്റെ ഒരു അക്കാഡമിക് തലം. രണ്ട്, നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യർ, ടീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, കൂടെ പഠിക്കുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ, അപ്പോൾ ഇവർ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പല എക്സ്പീരിയൻസും. ചില നമ്മുടെ ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മളെക്കാൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഭയങ്കര ഇൻ്റലക്ച്വൽ ചെയ്ത് അവർ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ദ വേ ഇൻ വിച്ച് ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്, അല്ലെങ്കിൽ അവർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടോപ്പിക്സ് പറഞ്ഞു തരുന്നത്, അത് നമുക്ക് റിയലൈസേഷനാണ്. എക്സാം പാസ്സാവുന്നതല്ല ഫൈനൽ. ഒരു നല്ല നോളജബിൾ പേഴ്സണായി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമാണ്. അതേപോലെ സ്റ്റുഡൻസും, അവരും ഈ പറയുന്ന കണക്ക് ഇപ്പോൾ നമുക്കറിയാം പല ആൾക്കാരും പല പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കുമ്പോൾ ബാക്കിയുള്ള ഒരു ഫാമിലി നോക്കി അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്ത്, ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ കല്യാണത്തിൻ്റെ പ്രഷറിൽ, അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് അവരോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവുന്നത്. അത് നമ്മളെ ഒരു സ്വയം നവീകരിക്കുന്ന ഒരു പ്രോസസ്സ് ആവുകയും നമ്മളെ കുറച്ചുകൂടെ സാർ പറഞ്ഞ പോലെ എംപത്തറ്റിക് ആയിട്ടൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നമ്മളെ നയിക്കും. ശരിക്കും അത് ഒരുപക്ഷെ ലബാസിന്റെ ട്രെയിനിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിയാലിറ്റീസിനെ മനസ്സിലാക്കുന്ന ഒരു ഓഫീസറായി ഫീൽഡിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. അപ്പം അത് വളരെ എൻലൈറ്റിങ്. ഇതേപോലെയാണ്. കാരണം ഇത്രയും പഠിക്കുന്ന കുറച്ച് ആൾക്കാരെ അവരൊരു ലേൺ ചെയ്യാൻ, നോളജ് ഗെയിൻ ചെയ്യാൻ, എക്സാം ക്രാക്ക് ചെയ്യാൻ ചിലരിടുന്ന ഡിറ്റർമിനേഷനും നമ്മളെ പോലുള്ളവർക്ക് ഇൻസ്പിറേഷനാണ്. ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോൾ ഫാബി, മുന്നേ സർവീസിൽ കയറിയിട്ടുള്ള ഫാബി, കസ്തൂരി, നന്ദന, നെവിൻ, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരൊക്കെ എത്രമാത്രം ഡിറ്റർമൈൻഡ് ആയിട്ടാണ് എക്സാമിനേഷന് പഠിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. ഞാനിങ്ങനെ കറങ്ങി നടന്ന് പരിപാടിക്കെല്ലാം കഴിഞ്ഞ് എന്നോട് ഫാബി എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇത്രയും പരിപാടിക്ക് പോകുന്നത്? ലൈക്ക് പുള്ളിക്കാരി കംപ്ലീറ്റ്ലി ആ ഒരു പഠിത്തത്തിന് ഡെഡിക്കേറ്റ് ചെയ്യും, ഞാൻ വേറൊരു വഴിക്ക് പോകും. അപ്പോൾ അങ്ങനെ കുറേ മനുഷ്യരെ കാണുമ്പോഴും നമ്മൾ എഗെയിൻ നമ്മൾ ഭയങ്കര ബുക്കിഷ് ഒന്നുമല്ല. ഇവരാരും ബുക്കിഷ് ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ ദേ ആർ അംബീഷ്യസ് ഫോർ എ കോസ്. ആ കോസിന് വേണ്ടിയിട്ട് പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യരെ, അത് ശരിക്കും നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കാര്യത്തിൽ എത്തിയാലും അങ്ങനെ ഒരാളാവാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അസൂയോടെ നോക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഞാൻ ചോദിച്ച ഞാൻ പ്രിപ്പറേഷൻ സമയത്തൊക്കെ എനിക്ക് ഉണ്ടായ ഒരു തോട്ടാണ്. ഒന്നൊരു UPSC ജേണിക്കകത്തൊരു പോയാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു സ്വയം നവീകരണം എല്ലാവർക്കും പറ്റും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഒരു AI ഒക്കെ ഒരു കാലം വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു സാധനമാണ് ഭാവി നമ്മൾ പഠിക്കേണ്ട സാധനം. ഇപ്പം മറ്റേ ജെൻസൺ ജിയോങ് ഒക്കെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഇനി കോഡിങ് പഠിക്കേണ്ട, അത് പഠിക്കേണ്ട, ഇത് ഒന്നും പഠിക്കേണ്ട എന്നുള്ള ഒരു രീതിയിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദർ ഈസ് അനദർ സീരിയസ് സ്കൂൾ ഓഫ് തോട്ട് വെയർ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുക എന്ന് വെച്ചാൽ, ബിക്കോസ് നമ്മളിപ്പം മൊത്തത്തിൽ മനുഷ്യന്മാരുടെ ഒരു സിവിലൈസേഷണൽ ഒരു എൻഡവേഴ്സ് നോക്കിയാൽ ഇതിനകത്തൊരു വാട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്, ഹൗ എന്ന് പറയുന്ന ചോദ്യമുണ്ട്, വൈ എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൗ ഒക്കെയാണ് എഞ്ചിനീയറിംഗ്. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എങ്ങനെയാണ് ഹൗ അല്ലെങ്കിൽ വാട്ടാണ് നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം, ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബട്ട് വി നെവർ ബോദർ അബൌട്ട് ദ വൈ
ടു മച്ച്. അപ്പോൾ ഈ എ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വൈ ക്വസ്റ്റ്യൻ ഈസ് എ മച്ച് സീരിയസ് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ഹ്യൂമാനിറ്റീസ് ട്രെയിനിങ്, ഇപ്പോൾ UPSC പഠിക്കുമ്പോൾ ഉള്ള ഒരു ഹ്യൂമാനിറ്റീസ് ട്രെയിനിങ്, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് എ വെരി എന്താണ് ഇൻഡെപ്ത് അക്കാഡമിക് ട്രെയിനിങ്, സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ബിഗ് പിക്ചർ വ്യൂ ഓഫ് കണക്റ്റിംഗ് അക്രോസ് ഡിസിപ്ലിൻസ് കിട്ടുന്നത് ഒരു ഭാവിയിൽ ഈ ഒരു AI ലോകത്തൊക്കെയും റെലവെൻ്റ് ആവാൻ ചാൻസ് ഉള്ളതല്ലേ? അതാണ് എനിക്ക് തോന്നുന്നുണ്ട് സാർ. നമുക്കിപ്പോൾ ഒരു ഭയങ്കര സ്ട്രിക്ട് സെപ്പറേഷൻ ആണ് ഹ്യൂമാനിറ്റീസ് ഒരു വഴിക്ക്. അതെ അതെ അതെ, അത് ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു, ഇന്ത്യയിലൊക്കെ ഉള്ളു, പുറത്തൊന്നും അങ്ങനെയില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ NEP ഒക്കെ വരുമ്പോൾ ക്രോസ് ഡിസിപ്ലിനറി ഇത് വരണമെന്നുണ്ട്. പക്ഷെ എന്നാലും ജനറലി സയൻസ് സബ്ജക്റ്റുകളോട് ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ മെയിൻസിൽ എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് സയൻസിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹ്യൂമാനിറ്റീസിൽ എങ്ങനെ അത് വർക്കൊന്നും പലപ്പോഴും ഇല്ല. ഫിലോസഫി അല്ലെങ്കിൽ ലിറ്ററേച്ചർ, ഇവിടെയൊക്കെ ഗവേഷണമേ വേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് പോയി. അപ്പം അത് ഒരു പോയിന്റ് ഈ പറയുന്ന പോലെ വരുന്ന തീസിസുകൾ അല്ലെങ്കിൽ വരുന്ന അക്കാഡമിക് ഡിസ്കഷൻസ് ചിലപ്പോഴൊക്കെ അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഭയങ്കര എന്താ പറയണ്ട നവീനമായ ചില തോട്ട് പ്രോസസ്സുകൾ എപ്പോഴും ഒരു ഹ്യൂമാനിറ്റീസിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടെ അങ്ങ് പറഞ്ഞു പോകാം. കാര്യം ഞാൻ ആലോചിക്കാം, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് ആളോടാണല്ലോ ഞാൻ വിചാരിക്കും. അത് ഉണ്ട് സാർ, അത് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ChatGPT വരുന്ന ഒരു പോയിന്റിൽ ശരിക്കും എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്നോവേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ എക്കണോമിക് ഡെവലപ്മെന്റിന് ഇന്നോവേഷനെയും വളരെ ഹ്യൂമെയിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എഞ്ചിനീയർക്ക് പാലം പണിയാൻ പറ്റും, പക്ഷേ റിമോട്ടായ ഒരു വില്ലേജിനെ സൗകര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാലം പണിയാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹ്യൂമാനിറ്റീസ് വിഷനും കൂടെ വേണം. നമ്മളിപ്പോ ഈ പെരുമ്പളം പാലത്തിന്റെ ഇനാഗുറേഷൻ വരുന്ന സമയമാണ്. അപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയനായ വിഷൻ ഉള്ള സയന്റിസ്റ്റുകൾ, സയന്റിഫിക് തോട്ടുള്ള ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെയും ഒരു ബ്ലെൻഡ് നമ്മൾ എല്ലായിടത്തും പറയുന്നത് ഒരു ബാലൻസ്, ഒരു നല്ല ഫൈൻ ബ്ലെൻഡ് വരുമ്പോഴാണ് ഒരു നല്ല മനുഷ്യൻ, നല്ല നമ്മളിപ്പം നോളജ് എക്കണോമി, നോളജ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ നോളജ് ബോത്ത് രണ്ടിടത്തുനിന്നും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്താലും ഞാനിങ്ങനെ എവിടെയോ ഈയിടെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. കാര്യം ഈ ഒരു AI ലോകത്ത് ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ഒരു ഡിസ്ക്രീഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഹ്യൂമാനിറ്റേറിയൻ സെൻസ് ഓഫ് പർപ്പസ് ആണല്ലോ. കാര്യം മെഷീൻ സെൻസ് ഓഫ് പർപ്പസ് ഓൾറെഡി ഇപ്പോൾ ഒരു അതിപ്രസരമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സാധനം വരണമെങ്കിൽ ഒരു UPSC ട്രെയിനിങ്, കാര്യം ഇന്ത്യയിൽ അങ്ങനെ ഒരു പെഡഗോഗിക്കൽ ഇതുണ്ടോ എന്ന് എനിക്ക്, ഒരു കരിക്കുലം ഡിസൈൻ ഉണ്ടോ എന്ന് എനിക്കറിയണം. ഞാനിപ്പോൾ ഒരു കമ്പാരിസൺ പറയാം. നമ്മുടെ ഇപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ 2 കോഴ്സ് ഉണ്ട്. ഇപ്പോൾ PPE എന്നൊക്കെ പറയുന്ന കോഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. മറ്റേ മജോറിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റേഴ്സ് കംസ് ഫ്രം ദിസ് ഓക്സ്ഫോർഡ് PPE, പൊളിറ്റിക്സ്, ഫിലോസഫി ആൻഡ് എക്കണോമിക്സ് ആണ്. അപ്പോൾ അത് അവർ ദേ ആർ ഡീലിംഗ് വിത്ത് ദിസ്. അതിനകത്ത് ഈ എൻ്റയർ വെസ്റ്റേൺ ഫിലോസഫിയിലാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത്, ക്ലാസിക്സിലാണ് ട്രെയിൻ ചെയ്യുന്നത്. അവർ ലാറ്റിൻ പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. അപ്പോൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ബിക്കോസ് വെൻ യു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് ദ നുവാൻസസ്, നിറ്റിഗ്രിറ്റി അല്ല, മൊത്തത്തിൽ രാജ്യത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് സാധനമായിട്ടാണ് ഞാൻ എപ്പോഴും UPSC സിലബസിനെ കാണുന്നത്. കാരണം ഇന്ത്യയിൽ അങ്ങനെ വേറൊരു കരിക്കുലം ഞാൻ എൻ്റെ അറിവിലില്ല, ഉണ്ടാവും. ഇത്രയും വാസ്റ്റും കോംപ്രിഹെൻസീവുമായ ഒരു സിലബസ് പല ആംഗിളിൽ ടച്ച് ചെയ്യുന്നത് കുറവാണ്. പിന്നെ പ്രോസസ്, കാരണം ഇതൊരു പെട്ടെന്നൊരു എക്സാം എഴുതി പാസ്സാവല്ലോ. നിങ്ങൾ പ്രിലിംസ് പാസ്സായ എന്നാ പിന്നെ മെയിൻസ് എഴുത്, അത് 9 പേപ്പർ, ഇത്രയും ഫിസിക്കലി ടയറിങ് ഒരു പരിപാടിയിൽ അത് മെന്റലി ഇത് മാത്രമല്ല, നമ്മുടെ ഒരു ഫിസിക്കൽ അവസാനം വരെ നിൽക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൂടെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്റർവ്യൂ അത് എൻ്റയർലി ഡിഫറെൻറ്റ്. കാരണം 5 ഡിഫറെൻറ്റ് ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഈ 3 സ്റ്റേജും 3 രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ 3 സ്റ്റേജിലും പലതരത്തിലുള്ള മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു പരീക്ഷ പാസ്സാവുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ വണ്ടർ കിഡ്സ് ആണെന്നുള്ള രീതിയിലൊന്നും അല്ല. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം, ഇപ്പം ഒരു UPSCയുടെ ഒരു സാധനം, ഇപ്പം സിദ്ധാർത്ഥിൻ്റെ UPSC ജേണി തന്നെ നമുക്ക് എടുക്കാം. ഒരു ഇറ്റ്സ് നോട്ട് എ വെരി റോസി നേരെ വന്ന് പുട്ടുപോലെ പാസ്സായ ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷേ സിദ്ധാർത്ഥ് വന്നപ്പോൾ പലരും ചുറ്റുള്ളവർ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുണ്ടോ ഞാൻ നേരെ വന്നങ്ങ്, അതെ, അപ്പോൾ അത് തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഹാപ്പൻഡ്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഐ എസെൻഷ്യലി തിങ്ക് ഈ UPSCയിൽ ഒരുവിധം എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ജേർണി ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് പോലെയാണ്. ജീവിതം അങ്ങനെയാണ്, നമ്മൾ ഒത്തിരി പ്ലാൻ ഇടും, ഒന്നും നടക്കില്ല, നമ്മൾ തേയും വീണ്ടും തേയും. അപ്പം മറ്റേ റോക്കിക്കകത്തൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഹിറ്റ്, യു ഹാവ് ടു തിരിച്ചെണീക്കുന്നതിലാണെന്നുള്ളൊരു സാധനം. അപ്പം അങ്ങനെ എപ്പോഴേലും UPSC ജേർണി അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതോ ആലോചിച്ചിട്ടുണ്ട് സാർ. കാരണം ഈ പറയുന്ന പോലെ നമുക്ക് പല പോയിന്റിൽ നമുക്ക് തോന്നും. കാരണം മെയിൻസിൻ്റെ ഒക്കെ സമയത്ത് എസ്പെഷ്യലി നമുക്ക് തോന്നും ഇതിനി ഒരിക്കൽ കൂടെ എന്ന് പറയുന്ന ഒരു സാധനം ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നും. അവസാനം കഴിയുമ്പോഴത്തേക്ക്
എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി ഒന്നുകൂടെ എഴുതിയാലും കുഴപ്പമില്ല. കാരണം എഴുതുന്ന സമയത്ത് നമുക്ക് ഇനി എനിക്ക് ഒരിക്കലും കൂടെ വയ്യാന്ന് നമ്മൾ പലപ്പോഴും പറയും. പക്ഷേ നമ്മൾ സംതിങ് അഡിക്ഷൻ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു സാർ നമ്മുടെ ഈഗോയാണ്. കാരണം നമ്മുടെ എക്സാം നോക്കുമ്പോൾ UPSC പ്രിലിംസ് ചുമ്മാ പോയി എഴുതി പൊട്ടി, അത് കുഴപ്പമില്ല. കോച്ചിങ് എടുത്തിട്ട് പൊട്ടി, അപ്പം ചെറിയൊരു ഈഗോ ഹേർട്ട് ഉണ്ട്. അടുത്തവണ വീണ്ടും ഒന്നുകൂടെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടും കിട്ടാതെ വരുമ്പോൾ ഈ പറയുന്ന പോലെ എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ള. പക്ഷെ വെറും ഈഗോ കൊണ്ട് മാത്രം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈഗോ ഈസ് എ മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഹെൽപ്സ് യു ടു സ്റ്റാർട്ട്, ബട്ട് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ ഗെറ്റ്സ് യു ഗോയിങ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്ത് ആ ഈഗോ സ്പൈറലിൽ നമ്മളങ്ങ് പോവും. പക്ഷെ അതല്ല, ഒരുകൂടെ സെൻസിബിൾ ആവണം എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ ഷിന സാർ എപ്പോഴും പറയും, നമുക്ക് ഇന്റർവ്യൂവിൽ എല്ലാ ബോളും നമുക്ക് 6 അടിക്കാൻ പറ്റില്ല. ചിലത് നമ്മളൊന്ന് ലീവ് ചെയ്യണം, ചിലത് നമ്മളൊന്ന് ഡിഫെൻഡ് ചെയ്യണം. അതേപോലെയാണ് എല്ലാ അറ്റംപ്റ്റും കയറി ജയിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് ഡിഫെൻസീവ് മോഡിൽ പോയിട്ട് ചിലപ്പോൾ ഒരു ബോൾ ലീവ് ചെയ്തിട്ട്, ഒരു അറ്റംപ്റ്റ് ലീവ് ചെയ്തിട്ട് കം ബാക്ക് സ്ട്രോങ്ങർ എന്നുള്ള സംഭവമാണ്. ഞാനൊരു ഇത് നമ്മൾ മൊത്തത്തിൽ കോൺവെർസേഷൻ മൊത്തം ഒരു ഫിലോസഫിക്കൽ സൈഡിലോട്ട് പോയെന്ന് തോന്നുന്നു എനിക്ക്. ബട്ട് സ്റ്റിൽ വൺ മോർ ക്വസ്റ്റ്യൻ. കാരണം സിദ്ധാർത്ഥ് ഇത് എല്ലാ UPSC സാധനത്തിനെ കാണുന്നതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് യു ആർ ഗിവിങ് സോ മച്ച് ഓഫ് ക്ലാരിറ്റി. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഈസ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, യു ഗെറ്റ് ക്ലാരിറ്റി വെൻ യു ഹാവ് ദോസ് കൈൻഡ് ഓഫ് ലൈഫ് എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ബുക്കിൽ നിന്ന് വായിച്ച് ക്ലാരിറ്റി കിട്ടത്തില്ലല്ലോ, അതൊരു അറിവെന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ ഓരോ കാര്യങ്ങളെപ്പറ്റി ഭയങ്കര വ്യക്തമായ ധാരണ ഉണ്ടാവണമെങ്കിൽ എവിടെയെങ്കിലും മറ്റേ ലൈഫ് ഷുഡ് വെരി ഇൻ ദ കോൺക്രീറ്റ് വേൾഡ് ഓഫ് ലൈഫ് സമ്മൺ ഷുഡ് ടീച്ച് യു എന്നുള്ളൊരു സാധനം. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിന്നാണോ സിദ്ധാർത്ഥിൻ്റെ ഒരു ക്ലാരിറ്റി, അതോ എന്താണ്, അതോ ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണോ? സിദ്ധാർത്ഥിന് എന്താ തോന്നുന്നത്, അതോ ഈ തോൽവികളിൽ നിന്നൊക്കെ പഠിച്ചെടുത്താന്നുള്ളത്? അല്ലേ, എനിക്ക് തോന്നിയത് എനിക്ക് ക്ലാരിറ്റി കുറവുള്ള ആളാണെന്നാണ്. കാരണം എനിക്ക് പല കാര്യങ്ങളെയും എനിക്ക് തന്നെ ഇപ്പോഴും കൺഫ്യൂഷനാണ്. പല കാര്യങ്ങളും നമ്മൾ ഫിലോസഫിക്കൽ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളായിരിക്കും അതാണോ ഇതാണോ ശരി എന്നുള്ളതൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളാണ് ഞാൻ. കാരണം പല പോയിന്റിൽ എനിക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാതെ പോകുന്ന ഇതാണ്. കാരണം അത് ഈ ഡിബേറ്റിംഗ് ഒരു ബയാസ് ആണ്. കാരണം ഇത് വരുന്നതുകൊണ്ട് എല്ലാ സാധനം എടുക്കുമ്പോഴും എനിക്ക് തോന്നും ദെയർ ക്യാൻ ബി ആൻ അതർ സൈഡ്. ഇപ്പോൾ പൊളിറ്റിക്കലി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിലും എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ പറയുന്നത് ശരിയാണോ എന്നൊരു പോയിന്റ് നമ്മൾ ആലോചിക്കും. അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സാറ് ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പോൾ ബുക്സ് ഞാൻ ഒരുപാട് ബുക്ക് വായിക്കുന്ന ആളല്ല, കുറച്ചേ വായിക്കുന്നുള്ളൂ. ലൈഫ് എക്സ്പീരിയൻസിലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ കൂടെ എക്സാം പാസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ഇതിലുണ്ടാകുന്ന ഓഫീസേഴ്സ്, ടീച്ചേഴ്സ്, അവരുടെ ഒന്നും അത്ര എക്സ്പീരിയൻസും എനിക്കില്ല. പക്ഷെ എനിക്ക് തിങ്സ് കുറച്ചുകൂടെ സിമ്പിൾ ആവണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. കോംപ്ലിക്കേഷൻ ആവുന്നതിനേക്കാൾ എനിക്ക് അതിനെ സിമ്പിളായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റും. ഇനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും എനിക്ക് ഇമോഷണൽ കോഷ്യൻ്റ് ഇല്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാൻ അതിനെ ഭയങ്കര സിമ്പിളായിട്ടാണ് പറയുന്നതെന്നുള്ളത്. അത് എനിക്ക് കുഞ്ഞിലെ പോലെ അത്ര എൻ്റെ ക്യാപ്പബിലിറ്റി ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, എനിക്കത് സിമ്പിളായിട്ട് തിരിച്ച് പറയാനും പറ്റും. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്നാണ്. ഇത് ക്ലാരിറ്റി അല്ല, അതെൻ്റെ വീക്ക്നെസ് ആണെന്നാണ്, എൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം ഇത് അഗെയിൻ മറ്റേ ഫിലോസഫിയിലൊക്കെ ഒക്കാംസ് റേസർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ സിറ്റുവേഷൻ ദ സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ ഇസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്ട്രിപ്പ് ഡൗൺ തിങ്സ് ടു ഇറ്റ്സ് ബെയർ എസെൻഷ്യൽ ആൻഡ് വാട്ട് റിമെയിൻസ് ഇസ് ദ ട്രൂ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു ജീനിയസ് ഔട്ട്ലുക്കാണ്. ഇപ്പോൾ ഫെയ്ൻമാനെ പറ്റിയൊക്കെ പറയുന്നത്, ഫെയ്ൻമാൻ്റെ ജീനിയസ് എന്ന് പറയുന്നത് ഇതാണെന്നാണല്ലോ പറയുന്നത്. ബിക്കോസ് ഹി ക്യാൻ എക്സ്പ്ലെയിൻ തിങ്സ് ഇൻ ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ഓഫ് ദ വേ. അല്ലാതെ മറ്റേ ഐൻസ്റ്റീനെ പോലെ ഈക്വൽ ടു MC² പറഞ്ഞിട്ട് അടുത്തൊരു 100 വർഷത്തേക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു സാധനം പറഞ്ഞുകൊണ്ടല്ല പുള്ളി ഫേമസ് ആയത്. ബിക്കോസ് ഹി എക്സ്പ്ലെയിൻ തിങ്സ് ലൈക്ക് ഫിസിക്സ്, വൺ ഓഫ് ദ ടഫസ്റ്റ് സബ്ജക്ട്, ഇൻ ദ മോസ്റ്റ് സിമ്പിൾ വേ എന്നുള്ളതാണ്. ഐ തിങ്ക് യു ഹാവ് ടു ഗിവ് യുവർസെൽഫ് സം ക്രെഡിറ്റ് ഫോർ ദാറ്റ്. കമ്മിങ് ബാക്ക് ടു ഒരു മൊത്തത്തിൽ ഒരു UPSCയുടെ ഒരു കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ, എങ്ങനെ ഒരു കോച്ചിങ് സ്ഥാപനത്തിനെ ചൂസ് ചെയ്യുന്ന, അല്ലെ ഒരു സെലക്ഷൻ. അപ്പം സിദ്ധാർത്ഥ്, യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ചൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. അപ്പം യു ഹാവ് മെയ്ഡ് സം എന്താണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ചോയ്സസ്. ഇംഗ്ലീഷിൽ UG PG PhD ചെയ്യുന്നു, ഓപ്ഷണൽ ഏതാണ്? മലയാളം. അപ്പം ഈ ഒരു ചോയ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു എടുത്തത്? അല്ലെങ്കിൽ വേറൊരാൾ, ഒരു കുട്ടി ഇത് കേൾക്കുമ്പോൾ ആ ഒരു ആംഗിളിലൂടെ ഒരു ഓപ്ഷണലിനെ ചൂസ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷനെ ചൂസ് ചെയ്യുക, വാട്ട് ഷുഡ് ബി ദ ഗൈഡ് ലൈൻ? സാർ, ഓപ്ഷണലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും എൻ്റെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള സാറ് ഒക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇറ്റ്സ് ലൈക്ക് ചൂസിങ് യുവർ പാർട്ട്ണർ. ഒരു കോമ്പാറ്റിബിലിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ സബ്ജക്റ്റ് ആണ് നമ്മുടെ ഒരു 500 മാർക്ക് അവിടെയാണ്. അപ്പൊ അതിനെ മടുത്താൽ പിന്നെ ലൈഫ് പോയി. അപ്പൊ അത് മടുക്കാൻ പാടില്ല, അതൊന്ന്. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. 2 മാർക്ക് കിട്ടണം. ഇപ്പൊ ചില സബ്ജക്ട്സ് ഇപ്പൊ ഭയങ്കര ലോ സ്കോറിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരാൾ പോലും ക്ലിയർ ചെയ്യാത്ത സബ്ജക്ട്സ് ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ മാർക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. 3ാമത് പുള്ളി പറഞ്ഞത് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട്. എത്രമാത്രം നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട്, ഗൈഡൻസ്, ക്ലാസ്സസ് അവൈലബിൾ ആണ്. 4 ആൻസർ കോപ്പീസ്, അല്ലെങ്കിൽ നമുക്ക് അതിന് മെറ്റീരിയൽസ് അവൈലബിൾ. ഈ 4 സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗുഡ് ടു സെലക്ട്. ഈ 4ൽ ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമ്മൾ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഞാൻ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. അതിൽ ഈ പറയുന്ന മെറ്റീരിയൽ അവൈലബിൾ ആണ്, നമുക്കറിയാം. നമ്മുടെ ഇവിടുത്തെ ലൈബ്രറിയിൽ ഇല്ലാത്ത മെറ്റീരിയൽസ് ഇല്ല. ഗൈഡൻസും ഞാനിവിടെ സരിത ടീച്ചറും മാഷ്വൽ സാറും ആയിരുന്നു എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ടീച്ചറും സാറും അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിലും കുഴപ്പമില്ല. മാർക്സ് വലിയ കുഴപ്പമില്ലാത്ത സ്കോഴ്സ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ PSIRO സോഷ്യോളജിയോ ഒക്കെ പോലെ, മാത്സ് ഒക്കെ പോലെ ഭയങ്കര 300 അബോ അല്ലെങ്കിലും നോട്ട് ബാഡ്, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മാർക്ക് ഓപ്ഷനിൽ കിട്ടുന്ന ഒരു എക്സാം ആണ്. പിന്നെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ആണ്. അതാണ് പിന്നീട് ഉണ്ടായിരുന്നത്. കാരണം ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇത് പലതും മാറിയും തിരിഞ്ഞാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അത്ര ആൾക്കാർ എഴുതുന്നില്ല. പിന്നെ ഗൈഡൻസ് ഇപ്പോൾ ഓക്കെ, എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്, എൻ്റെ റിസർച്ച് സൂപ്പർവൈസർ മീന മാം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. പക്ഷെ വേറൊരു സാധനം വന്നപ്പോൾ ഞാൻ നോക്കിയത് ഈ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പാറ്റിബിലിറ്റി നോക്കിയപ്പോൾ, ഒന്ന് മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചത് കൂടുതൽ എൻ്റെ ഡിഗ്രിക്ക് വേണ്ടി, PGക്ക് വേണ്ടിയൊക്കെയാണ്. ബാക്കിയുള്ള മലയാളത്തിലാണ് കുഞ്ഞിലേ മുതലേ. അതിലൊന്ന് എൻ്റെ അമ്മൂമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ ഇൻ്റർവ്യൂവിലും എപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നത്, മോക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ കാര്യമാണ്, അമ്മൂമ്മ എനിക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പം അമ്മൂമ്മ എനിക്ക് മലയാളം പുസ്തകങ്ങൾ തന്നു, ഞാൻ മലയാളം വായിച്ചു. അങ്ങനെ കുറേ മലയാള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എൻ്റെ റിസർച്ച് ഏരിയ, ഞാൻ ട്രാവൻകൂറിൻ്റെ ഒരു കൾച്ചറൽ സ്റ്റഡീസിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗൈഡ് മീന മാം ആണ്. മാമും കൂടുതൽ റിസർച്ച് ഏരിയ വർക്ക് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും കേരളത്തിലാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അത്രയും മെജോറിറ്റി റിസോഴ്സസും ബാക്കി എല്ലാം വരുന്നത് ഓപ്ഷണലാണ്. അങ്ങനെയാണ് ഓപ്ഷണൽ ഡിസിഷനിലേക്ക് വരുന്നത്. കോച്ചിങ് അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം, ഐ തിങ്ക് ഞാനൊരു ഇറ്റ്സ് എ ഡിബേറ്റബിൾ ആണ്, പക്ഷേ വണ്ടർഫുൾ കോച്ചിങ് എക്കോസിസ്റ്റം. അക്കാഡമീസ് പല തരത്തിലും ഓപ്ഷണലും മെറ്റീരിയൽ അവൈലബിലിറ്റിയും കാലാവസ്ഥ, എക്കണോമി, ഇത് രണ്ടും കൂടെ പറയും. ബാക്കി എല്ലാവരും അത് പറയില്ല പലപ്പോഴും പറയുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആൻഡ് കോമ്പാറ്റിബിൾ എക്കോസിസ്റ്റം ആണ്. പിന്നെ കോച്ചിങ് അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. ഞാനിപ്പോൾ പല അക്കാഡമീസായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ റിസീവ് ചെയ്യുന്നത് ഭയങ്കര ഇതായിട്ടായിരിക്കണം. നമുക്കൊരു കോൺസ്റ്റന്റ് സപ്പോർട്ട് തരണം. ഫാക്കൽറ്റീസ് അപ്രോച്ചബിൾ ആയിരിക്കണം. അത് എനിക്ക് തോന്നിയിട്ടുള്ള ട്രിവാൻഡ്രത്ത് ഞാൻ ഐലൻഡിൽ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന് ഷിനാസ് സാറിനെ കണ്ടിട്ടുണ്ട്. സാറുമായിട്ട് ഞാൻ പിന്നീടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അവിടെ തന്നെയുള്ള പിയർ ഗ്രൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്സസിബിൾ ആയിരുന്നു. ആ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ നമ്മളോട് ഉള്ള ഒരു സ്നേഹം എന്ന് നമുക്ക് തോന്നുമല്ലോ സാർ, അതാണ് നമ്മളെ വീണ്ടും വീണ്ടും വരാനായിട്ട് ഇത് ചെയ്യുന്നത്. അത് എല്ലാ അക്കാഡമീസിലും അങ്ങനെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും. പ്ലസ് ക്ലാസ്സസ് അത് പല രീതിക്കാണ്. ചിലയിടങ്ങളിൽ ക്ലാസ് ഫോക്കസ് ചെയ്യും, ചിലയിടങ്ങളിൽ മെത്തേഡ് ഫോക്കസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്. ചില ആൾക്കാർക്ക് ഇരുന്ന് പഠിക്കാൻ നല്ല ഒരു ഇതായിരിക്കും, ഭയങ്കര മൈൻഡ് സെറ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർ അത്രയും അങ്ങനത്തെ ഒരു അക്കാഡമി ചോദിച്ചു. ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല, അപ്പം മറിച്ച് എനിക്ക് പ്രാക്ടീസ്, മെത്തേഡ്സ്, സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എക്സാമിനെ സോൾവ് ചെയ്യുന്നൊരു അപ്രോച്ച്, ഇതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ട്രെയിനിങ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ പ്രയോറിറ്റീസ് ഡിഫർ. ഓരോ ആൾക്കാർക്ക് അവരുടേതായ ഒരു പ്രയോറിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അക്കാഡമി ചൂസ് ചെയ്യാന്നാണ് ഞാൻ പറയുക. ഇതിപ്പോൾ അടുത്ത ചോദ്യം പറയുമ്പോൾ സിദ്ധാർത്ഥ അതിനെ നിരസിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ചോദിക്കണം, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റർ UPSC പാസ്സാകാൻ എന്തൊക്കെയാണ്? ഇപ്പോൾ സിദ്ധാർത്ഥ പറയുകയായിരിക്കും ചിലപ്പം യു മൈറ്റ് നോട്ട് ബി ദ റൈറ്റ് പേഴ്സൺ ടു സേ, ബട്ട് സ്റ്റിൽ ഇതിനകത്തൂടി പോകുമ്പോൾ യു വുഡ് ഹാവ് തോട്ട്, ഇപ്പം 4 വർഷമാണെങ്കിലും ഈ 4 വർഷത്തെ ലേണിങ്ങിന് 1 വർഷം കിട്ടിയാൽ ടൈം ക്യാൻ ബി കംപ്രസ്ഡ് അല്ലേ? 4 വർഷം കൊണ്ട് സിദ്ധാർത്ഥ പഠിച്ച് പാസ്സായി. ഇതെല്ലാം ആദ്യത്തെ വർഷം നടന്നിരുന്നെങ്കിൽ കയറിപ്പോയാനല്ലോ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊന്ന് പറയുകയാണ്, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത് കയറിപ്പോകാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഐഡിയൽ സിസ്റ്റം എന്തൊക്കെയാണ്? അത് ഡെഫിനറ്റ്ലി സാർ പറഞ്ഞത് ഐ ആം ദ റൈറ്റ് പേഴ്സൺ. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഒന്ന് സാർ, എല്ലാ സബ്ജക്റ്റിനും ഈക്വലായിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ജോഗ്രഫിക്ക് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് കുറച്ച് പഠിച്ചു. വേൾഡ് അഫയേഴ്സിൽ അന്ന് എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല, അത് കുറച്ച് പഠിച്ചു. അതൊരു മേജർ മിസ്റ്റേക്ക് ആണ്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് മോഡേൺ ഹിസ്റ്ററി നന്നായിട്ട് അറിയാം. അപ്പൊ അതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മോഡേൺ ഹിസ്റ്ററിക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പൊ പൊളിറ്റി ഞാൻ ഓക്കെയാണ്, എക്കണോമി ഓക്കെയാണ്, എൻവയോൺമെന്റ് എബോവ് ആവറേജ് ആണ്, ആൻഡ് ഐ ഹാവ് മോഡേൺ ഹിസ്റ്ററി. പിന്നെ മിഡീവൽ ഏൻഷ്യൻ കുഴപ്പമില്ല. അപ്പൊ ഈ ഇത്രയും സബ്ജക്റ്റിൽ ഞാൻ അതിൽ കവറപ്പ് ചെയ്ത് പോകുന്ന ഞാൻ വിചാരിച്ചു, പണി കിട്ടി. കാരണം അന്ന് മോഡേൺ ഹിസ്റ്ററി 15 ഉണ്ടായിരുന്നിടത്തുനിന്ന് 5ലേക്ക് കുറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടേണ്ട 10 ക്വസ്റ്റ്യൻ അവിടെ പോയി.
ആൻഡ് പൊളിറ്റിയിലും അതേപോലെ അന്ന് വരെ 20 പൊളിറ്റി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 2022 എടുത്താൽ അത്രയും ഇല്ല, അവിടെയും പോയി കുറച്ച്. അപ്പൊ അങ്ങനെ കുറെ മിസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തത് പോയി. അപ്പൊ അങ്ങനത്തെ ആവശ്യമില്ലാത്ത പ്ലാനൊന്നും എടുക്കരുത്, എല്ലാ സബ്ജക്റ്റും ഈക്വൽ ആയിട്ട് പഠിക്കുക. 2 റിവിഷൻ. ഞാൻ ഭയങ്കര മോശമായിരുന്നു റിവിഷനിൽ. ഞാൻ മാക്സിമം പഠിക്കാനൊക്കെയാണ് നോക്കുന്നത്, കുറെ കാര്യങ്ങൾ കവർ ചെയ്യും. ആദ്യം ആവശ്യമുള്ള സമയത്ത് എഫേർട്ട് ഇട്ടിട്ടില്ല, അവസാനം എടുത്ത് ബിന്ദു പണിക്കര് അതെടുത്ത് മറ്റേ CID മൂസയിലെ മീമ് പോലെ അയ്യോ ജോഗ്രഫി, അയ്യോ ലക്ഷ്മികാന്ത്, അയ്യോ അങ്ങനെ ചെയ്ത ഒരാളാണ് ഞാൻ. അതൊരു മോശം സ്വഭാവമാണ്. അതെപ്പോഴും എൻ്റെ വീട്ടിലെല്ലാം പറയുന്നുണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയുടെ തലേന്നിരുന്ന് എല്ലാം പഠിക്കാൻ പറ്റുന്നൊരു പരീക്ഷയല്ല, അത് മനസ്സിലാവാനാണ് കുറച്ച് സമയം എടുത്തത്. അപ്പോൾ ഇതൊരു ഇയർ ലോങ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, അത് എന്നേ പഠിച്ചു പോവുക, അത് അവസാനം റിസൾട്ട് വരും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ടെൻഷൻ അടിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ടെൻഷൻ അടിച്ച് കുറെ കളയും, പിന്നെ അന്ന് പെൻഡിങ് ആയത് അവസാനം എടുക്കാൻ നോക്കും, അപ്പൊ അവസാനത്ത് നമ്മുടെ റിവിഷൻ പോകും. അത് ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പൊ റിവിഷൻ പ്രോപ്പർ ആയിരിക്കണം, എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഈക്വൽ ആയിട്ട് ഇത് കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു സാധനം നമ്മൾ എക്സാം, അത് എനിക്ക് ഉണ്ടായിട്ടില്ല, എന്നാലും എക്സാമിനേഷൻ സമയത്ത് ചിലർ ടെൻഷൻ അടിച്ച്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെക്കാൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ടെൻഷനിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് പോകും, ഒന്നുകിൽ GS പോകും അല്ലെങ്കിൽ സിസായിട്ട് പോകും. ആ ടെൻഷൻ അടിക്കാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് എടുത്താൽ മതി. നമ്മളിപ്പോൾ ഐലൻഡ് PTS ആണെങ്കിലും മോക്ക് ടെസ്റ്റ് പ്രോപ്പറായിട്ട് എടുത്ത് അത് നമ്മൾ എക്സാം എടുക്കുന്ന പോലെ തന്നെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലുണ്ടാകും. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പ്രസൻസ് ഓഫ് മൈൻഡിൽ എനിക്ക് കുറേ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ഈ കെയർലെസ്നെസ് ഒക്കെ വരുന്നത് ഈ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ ഒരു ഇത് വരുന്നതുകൊണ്ടാണ്. വെരി ഒരു ഫണ്ണി ചോദ്യമാണ്. ഇന്നെ ഒരു പാരലൽ യൂണിവേഴ്സ്, ഇഫ് യു ഹാഡ് എ ചാൻസ് വുഡ് യു ഡു ദി സെയിം തിങ്? ഇതൊക്കെ തന്നെ ആയിരുന്നോ ചെയ്യുക, അതോ വേറെ എന്തെങ്കിലും ചെയ്തേനെയോ? എന്ന് വെച്ചാൽ ഡിഗ്രി മാറി UNSC പഠിക്കുക, ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുക, അത് കഴിഞ്ഞ് UPSCയിലോട്ട് വരിക, എന്ന് വെച്ചാൽ ആർ യു റിയലി ഹാപ്പി വിത്ത് ദ ചോയ്സസ് യു ഹാവ് മെയ്ഡ് ഈവൻ ദോ ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ ഫെയർ ഷെയർ ഓഫ് മിസ്റ്റേക്സ്? ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നോ, അതോ വേറെ എന്തെങ്കിലും ഇതിലും വെറൈറ്റി സാധനം പഠിച്ചേനെയോ? ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ദി പാത്ത് ദാറ്റ് ഐ ഹാവ് ചോസൺ ഹാസ് മെയ്ഡ്. ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റിലും ഞാൻ പഠിച്ച എൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റ് എന്നെ പഠിപ്പിച്ച എൻ്റെ മാർവേനസ് കോളേജിലെ ടീച്ചേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ ടീച്ചേഴ്സ്, എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇവരെല്ലാം തന്നതെന്നാണ് ഈ നിൽക്കുന്ന പ്രോഡക്റ്റ്. ഞാൻ വേറൊരു ചോയ്സാണ് എടുത്തെങ്കിൽ ചിലപ്പോൾ വേറൊരു ഞാനായിരിക്കും ഇവിടെ ഇരിക്കുക. എന്നിരുന്നാലും എനിക്ക് ചില പോയിന്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഹിസ്റ്ററി സബ്ജക്റ്റ് ഇഷ്ടമുള്ള ഒരാളാണ്, പൊളിറ്റിക്കൽ സയൻസ് ഇഷ്ടമുള്ളതാണ്, പക്ഷെ ഇതെല്ലാം കൂടെ പഠിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റ് എടുത്തിരുന്നെങ്കിലോ എന്ന് ഞാൻ ചില പോയിന്റിൽ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത് പല ഇതാണ്. ഞാൻ PGക്ക് ഇടയ്ക്കൊന്ന് ഹിസ്റ്ററി ട്രൈ ചെയ്യാൻ നോക്കി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, കിട്ടിയില്ല. ഇംഗ്ലീഷിലും അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് കിട്ടിയില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് എനിക്ക് ഇംഗ്ലീഷിൽ JRF വന്നു, അതെന്നെ എക്കണോമിക്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ഇല്ല. കാരണം ഹിസ്റ്ററിക്കോ പൊളിറ്റിക്കൽ സയൻസിനോ ഇംഗ്ലീഷിൻ്റെ അത്രയും നെറ്റും JRFും കൊടുക്കുന്നില്ല. ഇംഗ്ലീഷ് എല്ലായിടത്തും പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് പോസിറ്റീവ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ മിക്കവാറും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് സാർ ഒരു പാരലൽ യൂണിവേഴ്സിൽ ഇട്ടാലും ഞാൻ ഇത് തന്നെ ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ ഈ കംഫർട്ട് സോൺ ഒരു കാര്യത്തിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ, ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും അൽഫാം എന്ന് പറഞ്ഞാൽ അൽഫാം മാത്രം. വർഷങ്ങളായിട്ട് അത് തന്നെയാണ്. അപ്പോൾ ഒരു സാധനത്തിൽ ഒന്ന് കംഫർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകുന്ന ഒരാളാണ്. അത് ബ്രേക്ക് ചെയ്ത് വരാൻ ഭയങ്കര പാടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ വിൽ ഡു ദ സെയിം തിങ് അഗെയിൻ. വേറൊരു കാര്യമുള്ള ഞാൻ ചോദിക്കാനേ വിട്ടുപോയതാണ്. ഇപ്പം സിദ്ധാർത്ഥ ഓൾറെഡി പറഞ്ഞു വെച്ചു, പേരൻസും ഫാമിലിയെല്ലാം ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിരുന്നു എന്നുള്ളത്. അപ്പം അതിൽ ഒത്തിരി സപ്പോർട്ടീവ് പേരൻസ് ഉണ്ടായുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിൽറ്റ് കൂടുമെന്നാണ് എനിക്ക് പൊതുവെ തോന്നുന്നത്. എന്ന് വെച്ചാൽ പേരൻസ് പൊതുവെ ഇച്ചിരൂടെ ഭയങ്കര ടോക്സിക്കും എന്ന് വെച്ചാൽ ഐ എം നോട്ട് സേയിങ് ഇങ്ങനെ നെഗറ്റീവ്, പക്ഷേ ഇച്ചിരി ഒരു കൂതർത്തരമൊക്കെ ഉള്ള പേരൻസ് ആണ്. ഓക്കെ, അവരോ നമ്മുടെ കാര്യം നോക്കുന്നത്, നമ്മളെങ്കിലും നമ്മുടെ കാര്യം നോക്കണം, അങ്ങനെ ഒരു ഇതിലുള്ളൂ. ബട്ട് എക്സ്ട്രീംലി സപ്പോർട്ടീവ് പേരൻസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഇതിലും തെറ്റുപറ്റും. ഞാൻ കാരണം അവർക്ക് ഈ വിഷമം ഉണ്ടാകും. അങ്ങനെ ഒരു സാധനം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഹൗ വാസ് ദാറ്റ് ഇക്വേഷൻ ഫോർ യു? എന്ന് വെച്ചാൽ ഇപ്പം സിദ്ധാർത്ഥ എപ്പോഴും പ്ലാൻ B C D വരെയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ പേരൻസിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പ്ലാൻ A വർക്കൗട്ട് ചെയ്യണമെന്നായിരിക്കും, അല്ലെ നാട്ടുകാരെല്ലാം വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടറി അച്ഛൻ ഈ ഒരു സിസ്റ്റത്തിനകത്തൊക്കെയാണ് ഓരോ പരീക്ഷ കഴിയുമ്പോൾ അവർ ചിലപ്പം ചോദിക്കുന്നത് എന്തായി മോൻ എന്തായി, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഹൗ വാസ് ദാറ്റ്, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അത് ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും അങ്ങനെ ഒരു ഇതില്ല, അയ്യോ അവരെ വിഷമിപ്പിച്ചേ അതെനിക്ക് പ്രശ്നമല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഞാൻ. അവരുടെ പൈസ തൊലിച്ചാലും കുഴപ്പമില്ല, മോനായി പോയില്ലേ പറ്റുള്ളൂ. അപ്പൊ അതാണ് അവരോട് അതുണ്ടായത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർ രണ്ട് രീതിയിലാണ്. എൻ്റെ അനിയത്തി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കഴിവുള്ള 2 മക്കൾ ഞാനും എൻ്റെ അനിയത്തിയാണ്. നമ്മൾ എന്ത് ചെയ്താലും പുള്ളി ഇപ്പം UPSC എക്സാം നമ്മൾ ഫെയിൽ ആയെങ്കിൽ പുള്ളി പറയാം അത് അവരുടെ നഷ്ടം എന്ന് പറയും. എൻ്റെ മോനെ കിട്ടിയില്ലെങ്കിൽ അവിടെ
അമ്മ അങ്ങനെയല്ല. അമ്മേനെ നമ്മൾ എന്ത് അടിപൊളി ചെയ്താലും 271, ഓ ഇതൊക്കെ വലിയ കാര്യമാണോ, ഇനി ഫസ്റ്റ് റാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഓ ഇതൊക്കെ വലിയ കാര്യമാണോ, നീ 10 മണിക്ക് വീട്ടിൽ കയറാൻ പറയും എൻ്റെ അമ്മ. അതാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും വേണ്ട ഡിമാൻഡ്സ് രണ്ടാണ്. പക്ഷേ ഒരു പോയിന്റിൽ എന്നെ ആയാലും എൻ്റെ അനിയത്തി ആയാലും ഇപ്പോൾ മാർക്ക് കുറഞ്ഞതിനൊക്കെ അവർ വഴക്കൊക്കെ പറയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഇല്ല. ഇപ്പോൾ എക്സാമിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം ഞാൻ എക്സാം കിട്ടിയില്ല എന്ന് പറയുന്നതിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒരു പ്രശ്നമില്ല. ഇപ്പം ചില പേരൻസിന് മക്കളോടുള്ള സ്നേഹം കാരണം ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, ഓ അവൻ തോറ്റു അത് തന്നെ. അവരങ്ങനെ തന്നെ അതിനെ പ്ലേസ് ചെയ്യുന്ന രണ്ടുപേരാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്കൊരു അൺനെസറി പ്രഷർ ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്കണോമിക്കലി ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു ഫെലോഷിപ്പിൻ്റെ ശമ്പളം കിട്ടിയതൊക്കെ. പക്ഷെ അത് കഴിഞ്ഞൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പൈസ തീർന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു, ഒരു നാണമില്ല ഞാൻ ഡാഡി ക്യാഷ് തരും എന്നുള്ള മൈൻഡിലാണ്. പുള്ളിക്ക് തരാനും കുഴപ്പമില്ല, ബിക്കോസ് ഹി ന്യൂ ദ സീരിയസ്നെസ് ഓഫ് ദ എക്സാം. അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇതൊരു ചെറിയ പരിപാടിയല്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അത് ഈ സോഷ്യൽ ക്യാപിറ്റലാണ്. അവർ രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരെ വിഷമിപ്പിക്കുന്നു എന്നൊരു തോട്ടോ അല്ലെങ്കിൽ അവരോട് പറയാനൊരു മടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ അറ്റംപ്റ്റ് കഴിഞ്ഞും പൊട്ടിക്കഴിഞ്ഞ് വീട്ടിൽ തന്നെ പോകുന്നത്, ഓക്കെ നമുക്കിനി നാളെ നോക്കാം. അമ്മ കൂടുതൽ ഹാപ്പിയാണ്. അമ്മ ഇപ്പോഴാണ് അമ്മയ്ക്ക് വിഷമം, ഞാൻ ഇനി ഇവിടെ നിന്ന് പോവോ, ഞാൻ 10 മണിക്ക് റൂം. എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ചീത്ത കേട്ടിട്ടുള്ളത്, ഞാൻ റീഡിംഗ് റൂമിലിരുന്ന്, ഞാൻ 2 o'clock വർക്കിംഗ് ആണ്, അപ്പോൾ ഞാൻ 6 മണി 7 മണിക്കാണ് റീഡിംഗ് റൂം എത്തുക. പിന്നെ ഒരു 2 മണിക്കായിരിക്കും ഇറങ്ങുന്നത്. 10 മണിക്ക് വീട്ടിൽ കയറിക്കോണം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഡിമാൻഡ്. പണ്ട് 6 മണിയായിരുന്നു, പിന്നീട് അത് 10 വരെയായി, പിന്നെ ഞാനത് 2 ആക്കി പ്രിപ്പറേഷന്റെ പേരിൽ. അതൊരു വലിയ കാരണം. ഞാൻ മറ്റേ 11 മണിക്കൊക്കെ ഉറങ്ങിപ്പോകുന്ന ആളായിരുന്നു. ഇപ്പൊ 2 മണിവരെയൊക്കെ ആയത് ഈ പ്രിപ്പറേഷന് ശേഷമാണ്. അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ. Yeah, so Sidharth, I think we had a very, at least I had a very interesting conversation. നമ്മൾ തമ്മിൽ വേറെ വലിയ പരിചയങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇത്രയും നേരം സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്, പക്ഷെ നമ്മൾ ലോകത്തുള്ള പല കാര്യങ്ങളും. അപ്പൊ ഷിനാസും അതാണ് പറഞ്ഞത്. കാര്യം എനിക്കും ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും സിദ്ധാർത്ഥ ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ ഈ പരിപാടി ഏറ്റത് തന്നെ. അപ്പം ജസ്റ്റ് ആസ് എ സൈനിങ് നോട്ട്, വാട്ട് ഡു യു വാണ്ട് ടു ടെൽ ടു ദ പീപ്പിൾ ഹൂ ലിസൺ? അതിപ്പോൾ ആസ്പിറൻ്റ് ആണോ എന്നില്ല, ആരായാലും അവർക്കിപ്പം സിദ്ധാർത്ഥിന് ഒരു റോൾ മോഡലായിട്ട് അവർ കാണാം. ഞാനങ്ങനെ വലിയ ഇതൊന്നും വെക്കുന്നില്ല. വട്ട് യു വോണ്ട് ടു ജസ്റ്റ് ടെൽ ദ പീപ്പിൾ? ബിക്കോസ് സിദ്ധാർത്ഥിൻ്റെ ഒരു ജേർണിയിൽ ഒത്തിരി ആൾക്കാരുടെ ഒരു ബ്ലെസ്സിങ്സോ സഹായമോ അഡ്വൈസോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഗസ്സിങ് ഫ്രം ദ പേഴ്സൺ യു ആർ, ഐ തിങ്ക് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദാറ്റ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വട്ട് യു വോണ്ട് ടു ജസ്റ്റ് സേ? ഇതൊരു ചെറിയ പരിപാടിയാണ്, ഇത് മറ്റേ വലിയ പാത്ത് ബ്രേക്കിംഗ് ഒന്നും അല്ല, എത്ര ലക്ഷം പേര് ഒന്നും കാണില്ല. ബട്ട് സ്റ്റിൽ വട്ട് യു വോണ്ട് ടു സേ? സാർ ഈ പറഞ്ഞ പോലെയാണ്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ചെറിയ സക്സസ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. വലിയ സക്സസ് ആവണമെങ്കിൽ ഇനി ഒരു 30 കൊല്ലം എടുത്ത് എൻ്റെ സർവീസസിൽ ഞാൻ നല്ല രീതിയിലൊരാളായാലാണ് ഇതൊരു വലിയ സക്സസ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇത് ഇപ്പോൾ എൻ്റെ ലൈഫിലെ 4 വർഷം, ഒരാളുടെ മനുഷ്യായുസിലെ 4 വർഷം ഇട്ട് എഫേർട്ടിന് കിട്ടിയ ഫ്രൂട്ട് എന്നാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ പിയർ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ഐലാൻഡിലാണെങ്കിൽ സ്നിഗ്ധ, ഐഷ, കാവ്യ, വിഷ്ണു, ഫാത്തിമ, ഇവരാണ് എൻ്റെ പിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. വിഷ്ണുവിനെ നമ്മൾ ദത്തെടുത്തതാണ്. അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഷിന സാറ്, അല്ലെങ്കിൽ എൻ്റെ പല എടുത്ത് പഠിപ്പിച്ചിട്ടുള്ള സാറുമാർ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഇമോഷണലി എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഇതേപോലെ ഞാൻ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും എനിക്ക് ചെയ്തതെന്ന് അത്ര ഉപകാരം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയപ്പോഴാണെങ്കിലും മുമ്പേ ആണെങ്കിലും ഒരു ഹെൽപ്പ് വരുന്ന ആളെ പലപ്പോഴും സഹായിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ചെയ്യാൻ പറ്റി, കുറേയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ഉപകാരം വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു ചെറിയ ഹെൽപ്പ്, ചിലപ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞു കൊടുക്കാനായിരിക്കും, സെക്രട്ടേറിയറ്റിലോ യൂണിവേഴ്സിറ്റിയിലോ അവരുടെ ഒരു കാര്യം അന്വേഷിക്കാനായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്ലേസസിലേക്ക്, അല്ലെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മൾ ഈ എക്സാമിനേഷൻ പ്രിപ്പറേഷനിൽ നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമുക്കൊരു ഹാൻഡ് ഹോൾഡ് ചെയ്ത് തരാൻ അവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം അതേ ഉള്ളൂ, ഡിവോയ്ഡ് ഓഫ് ആസ്പിരൻസ്. നിങ്ങൾ ആസ്പിരൻസ് ആണെങ്കിലും നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ എപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ ഏറ്റവും കൈൻഡായിട്ട്, കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുക, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ബിക്കോസ് അത് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളെ ആയിരിക്കും. അത് കീപ്പ് ഇൻ മൈൻഡ് ചെയ്താൽ നമ്മുടെ പ്രിപ്പറേഷനും നമ്മുടെ ലൈഫിലും എല്ലാം ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ് സർ. ഓക്കെ, താങ്ക് യു സിദ്ധാർത്ഥ്.